ഹലോ, ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലെ? അതുപോലെ തന്നെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഞാൻ ഓഡിബിൾ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ അവസാനത്തെ സെഷനാണ് ലോജിക് റീസണിങ്ങിലെ. കഴിഞ്ഞ ഡിസംബർ മാസത്തെ അവസാനം നടന്ന നെറ്റ് എക്സാമിന്റെ PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ അതില് അവസാനത്തെ 2 സെഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 2 സെഷൻ പറഞ്ഞു കഴിഞ്ഞു പറയുമ്പോൾ തന്നെ നമ്മൾ അതിൽ ഓൾമോസ്റ്റ് ലോജിക് റീസണിങ് വരുന്ന എല്ലാവരിലും വരുന്ന UGC ചോദിക്കുന്ന ചോദ്യങ്ങള്, അതിനൊരു പാറ്റേൺ, ക്വസ്റ്റന്റെ പാറ്റേൺ നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മളിനിപ്പോ ഈ സെഷനിലൊക്കെ കൺക്ലൂഡിങ് സെഷനാണ്. ഈ സെഷനിൽ ഇപ്പൊ ഇനി പുതിയതായിട്ട് കാര്യങ്ങളൊന്നും കുറേയൊന്നും പറയണില്ല. നമ്മൾ ആവർത്തിച്ച കാര്യങ്ങളെ, അതായത് നമുക്കിപ്പോ എന്തിനാണ് നമ്മളിപ്പോ ഇങ്ങനെ അനലൈസ് ചെയ്യുന്നത്? ഒരു PYQs അനലൈസ് ചെയ്യുന്നത് എന്തിനാണ്? 2 കാര്യങ്ങൾക്കാണ്. ഒന്നെന്നുള്ളത്, നമ്മൾ ഏത് തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് UGC ചോദിക്കാറുള്ളത്. അപ്പൊ എല്ലാവരാണെങ്കിൽ ലോജിക് റീസണിങ്ങിൽ ഏതൊക്കെ തരം ചോദ്യങ്ങളാണ് ചോദിക്കുക? അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ സ്ക്വയർ ഓഫ് ഓപ്പോസിറ്റ് ചോദ്യം ചോദിക്കാറുണ്ട്, ഇമ്മീഡിയറ്റ് ഇൻഫറൻസിന്റെ ഭാഗമായിട്ടുള്ള ഈ ലോജിക്കലി ഈക്വാലിറ്റി സ്റ്റേറ്റ്മെന്റ് ചോദിക്കാറുണ്ട്, ഫാലസികൾ ചോദിക്കാറുണ്ട്, സില്ലോജിസം ടൈപ്പിൽ ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട്, അതേപോലെ തന്നെ ഇന്ത്യൻ ഫാലസികൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ലോജിക്ക് സംബന്ധിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് നമ്മൾ പരിചയപ്പെട്ട്, അപ്പൊ ഇനി ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിലൂടെ നമ്മൾ പഠിച്ചാൽ, നമ്മൾ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് അത് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ സമാനമായ രീതിയിലെ ചോദ്യങ്ങൾ വരുള്ളൂ. അപ്പൊ നിങ്ങൾ എന്താണോ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ, എന്താണ് കോൺട്രാഡിക്ടറി, എന്താണ് കോൺട്രറി, അല്ലെങ്കിൽ ലോജിക്കലി ഈക്വാലന്റ് ആണെങ്കിൽ കോൺട്രാപ്പോസിഷൻ എങ്ങനെ എടുക്കുക, കൺവേർഷൻ എങ്ങനെ എടുക്കുക, ഒബ്വേർഷൻ എങ്ങനെ എടുക്കുക, ഇത് മനസ്സിലാക്കിയാൽ, ഫാലസി ആണ് വളരെ പ്രധാനപ്പെട്ട, സ്ലിപ്പറി സ്ലോപ്പ്, അല്ലെങ്കിൽ ഫാലസ് ഓഫ് ആക്സിഡന്റ്, അല്ലെങ്കിൽ അഡ്ഹോമിനോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബെഗിങ് ദ ക്വസ്റ്റ്യൻ, അങ്ങനെ തുടങ്ങിയുള്ള ഫാലസികൾ, പ്രധാനപ്പെട്ട ഫാലസികൾ സാധാരണ അതേപോലെ തന്നെ മറ്റ് ഇന്ത്യൻ ഫാലസികളും ഒക്കെ നമ്മൾ പരിചയപ്പെടുന്നതോട് കൂടെ തന്നെ നമുക്ക് എല്ലാവരുടെ ഒരു ക്വസ്റ്റ്യൻസ്, നമുക്ക് വരുന്ന 5 ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ കോൺഫിഡന്റ്ലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിൽ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുകയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച ഭാഗങ്ങൾ തന്നെയാണ് എന്നാണ് നിങ്ങൾ മനസ്സിൽ ആദ്യം ഉണ്ടാവേണ്ടത്. അപ്പൊ 21ാമത്തെ ചോദ്യം ചെയ്യാം. ആൻസർ കിട്ടിയ ഉടനെ തന്നെ ശ്രദ്ധയോടെ ചെയ്താൽ മതി. കിട്ടിയാൽ തന്നെ അപ്പൊ തന്നെ കമന്റ് ചെയ്യാം കേട്ടോ, സാധാരണ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ചാറ്റിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതിന്റെ വോയിസ് ബ്രേക്ക് ആവുക, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചാറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് ഓൺ ആക്കിയിട്ടോ പറയണേ. ഉള്ള ആളുകൾ ആൻസർ ചെയ്യണേ. 6 പാർട്ടിസിപ്പൻസ് അല്ലേ ഉള്ളൂ. ഉള്ളവർ ആൻസർ ചെയ്യണേ. ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ? ഇവിടെ നമുക്ക് ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അത് സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിലാണ് ഇത് വരില്ല, അത് റിലേഷൻ തന്നിട്ടുള്ളത്. അതായത് നമുക്ക് സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ ഏതൊക്കെ ഉള്ളത്? കോൺട്രാഡിക്ടറി ഉണ്ട്, കോൺട്രറി ഉണ്ട്, അപ്പൊ തന്നെ സബ് കോൺട്രറി ഉണ്ട്, സബാൾട്ടേൺ ഉണ്ട്. ഇതിൽ സബാൾട്ടേണിന് ക്വസ്റ്റ്യൻ ഒന്നും വരില്ല കേട്ടാ. കോൺട്രാഡിക്ടറിന് കാര്യമായിട്ട് വരാറ് കോൺട്രറിയും സബ് കോൺട്രറിയും വരും, സബാൾട്ടേണിന് ക്വസ്റ്റ്യൻ വരാറില്ല. അപ്പൊ ഇതിനാണ് ഇതേപോലെ റിലേഷൻ ഉള്ളത്. ഈ 4 ഈ റിലേഷൻ. അപ്പൊ ഇങ്ങനെ 2 പ്രൊപ്പോസൻസ് തമ്മിൽ ഇങ്ങനെ റിലേഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ തന്നെ നിങ്ങളെ മനസ്സ് എവിടെയൊക്കെ പോകേണ്ടത്? നമ്മളെ സ്ക്വയർ ഓഫ് ഓപ്പോസിറ്റിലേക്ക് പോകേണ്ടത്. അപ്പൊ അവിടെ കോൺട്രാഡിക്ടറിയോ കോൺട്രഡിയോ സബ് കോൺട്രഡിയോ സബാൾട്ടനോ 4-1 റിലേഷൻ എന്താണ്? ദേ കനോട്ട് ബോത്ത് ബി ഫാൾസ്. രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റൂല. രണ്ടും കൂടി ഫാൾസ് ആവാന്നുള്ളത് നടക്കൂല. പക്ഷെ രണ്ടും കൂടി ദേ മേ ബോത്ത് ബി ട്രൂ. രണ്ടും കൂടി എന്ത് ചെയ്യാൻ പറ്റും? ട്രൂ ആവാൻ പറ്റും. ആസ് പെർ സ്ക്വയർ ഓഫ് ഓപ്പോസിറ്റ്. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, സ്ക്വയർ ഓഫ് ഓപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ കോൺട്രാഡിക്ടറിയുടെ റിലേഷൻ എന്താണ്, കോൺട്രയുടെ റിലേഷൻ എന്താണ്, സബ് കോൺട്രന്റ് എന്താണ്, സബാൾട്ടൻ എന്താണ്, ഇതിന്റെ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് അറിയുന്ന ഒരാൾക്ക് സംബന്ധിച്ചോളം ഈ ചോദ്യം സെക്കൻഡുകൾക്കുള്ളിൽ ഇതിന് ആൻസർ കിട്ടും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. എന്താണ് കോൺട്രാഡിക്ടറി നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. കോൺട്രറി എന്താന്ന് പറഞ്ഞാണ്, സബ് കോൺട്രറി എന്താന്ന് പറഞ്ഞാണ്, സബാൾട്ടൻ എന്താന്ന് പറഞ്ഞാണ്. അപ്പൊ റിലേഷൻ എത്രയേ ഉള്ളൂ? രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റൂല, എന്നാൽ രണ്ടും കൂടി ട്രൂ ആവാനും പറ്റും. അറിയുന്നവര് ആൻസർ ചെയ്യട്ടോ. തെറ്റിച്ചനും കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ആൻസർ പറഞ്ഞോളൂ. നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ എന്താ ഉപകാരം എന്ന് വെച്ചാൽ, നിങ്ങൾ ആൻസർ ചെയ്തു, അത് റോങ് ആണെന്ന് ഗസ് ചെയ്യാം. റോങ് ആകുമ്പോൾ ഞാൻ എനിക്ക് രണ്ടാമത് കറക്റ്റ് ചെയ്ത് തരും. ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 അറിവാണ്. ഒന്ന് ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതും, മറ്റൊന്ന് നിങ്ങൾ ചെയ്ത ഉത്തരം എന്നുള്ളത് തെറ്റാണെന്നും കൂടി ബോധം നിങ്ങൾക്ക് കിട്ടുകയാണ്. ഇനി സമാനമായ രീതിയിൽ വരുമ്പോൾ നിങ്ങൾ ആ തെറ്റൊരിക്കലും ചെയ്യൂല.
അപ്പൊ റോങ് ആൻസർ ആവട്ടെ, വെദർ ഇറ്റ് ഈസ് റോങ് ഓർ റൈറ്റ്, ഡോണ്ട് മൈൻഡ് ഇറ്റ്, ഡു ഇറ്റ്, ജസ്റ്റ് ആൻസർ ഇറ്റ്. ഓപ്ഷൻ 3 എന്നാണ് ആദിത്യ ദാമോദരൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ 3 ബിഷർ. ഓപ്ഷൻ 3 എന്ന് പറയുമ്പോൾ എ ആൻഡ് സി ഉള്ളി അല്ലേ? അപ്പൊ ഏതായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് പോവാണ്. അവിടെ നമ്മൾ ആദ്യം എനിക്ക് തോന്നുന്നു ഒന്നുകൂടി പറയാൻ തോന്നുന്നു, വളരെ പെട്ടെന്ന് പറയട്ടോ. കോൺട്രാഡിക്ടറി എന്ന് പറഞ്ഞാല് നമ്മള് നാല് പ്രപ്പോസൽ ഏതൊക്കെയായിരുന്നു? അത് കാറ്റഗോറിക്കൽ പ്രപ്പോസൽ എന്നുള്ളത് എയും ഇയും ഐയും ഓയും. നമ്മൾ മുമ്പ് പങ്കെടുത്ത ആൾക്കാരനല്ലേ ഇതിലുണ്ടാവുള്ളൂ അല്ലെ? എ എന്ന് പറഞ്ഞാല് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്, ഇ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്, ഐ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്, ഓ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. അതായത് ഇത് ഓൾ ആണ്, ഇത് നോ പ്രപ്പോസൽസ് ആണ്, ഇത് സം പ്രപ്പോസൽസ് ആണ്, ഇത് സം നോട്ട് ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതില് എയും ഇയും തമ്മിലും ഇയും ഐയും തമ്മിലാണ് കോൺട്രാഡിക്ടർ ഉള്ളത്. എ ഇ സോറി എയും ഇയും അതുപോലെ തന്നെ ഐയും ഓയും, ഇതാണ് ഏതിലുള്ളത്? കോൺട്രാഡിക്ടറിക്കുള്ളത്. ഇനി അതേ സമയത്ത് ഇതിന്റെ കോൺട്രറി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രറി എന്ന് പറഞ്ഞാല് എയും ഇയും തമ്മിലുള്ള ബന്ധത്തിനാണ് കോൺട്രറി എന്ന് അറിയാം. കോൺട്രാഡിക്ടറിയുടെ റിലേഷൻ എന്താ വെച്ചാല് ഒന്ന് ഫാൾസ് ആണെങ്കിൽ മറ്റൊന്ന് ട്രൂ ആയിരിക്കും, ഒന്ന് ഫാൾസ് ആണെങ്കിൽ മറ്റേ ട്രൂ ആയിരിക്കും, ഇത് ട്രൂ ആണെങ്കിൽ അത് ഫാൾസ് ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യം. ഇപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ്, എ എന്നുള്ള സാധനം, എ ആണല്ലോ ഓൾ എന്നുള്ളത്, ഇത് ട്രൂ ആണെങ്കിൽ ഇതിന്റെ കോൺട്രാഡിക്ടർ ഏതാണ്? ഓ എന്നുള്ളതാണ്. ഓ എന്നുള്ളത് ഫാൾസ് ആയിരിക്കും. ഇനി ഓ എന്നുള്ളത് ട്രൂ ആണെങ്കിൽ അതിന് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള എ എന്നുള്ളത് ഫാൾസ് ആയിരിക്കും. അപ്പൊ ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റൊന്ന് ഫാൾസ് ആയിരിക്കും. ഇവിടെ പറഞ്ഞ റിലേഷൻ അതാണോ? അതല്ല. അപ്പൊ കോൺട്രാഡിക്ടറി അല്ല. രണ്ടാമത്തെ എന്നുള്ളത് സബ് കോൺട്രറി ആണ്. കോൺട്രറി എന്ന് പറഞ്ഞാല് എയും ഇയും തമ്മിലുള്ള റിലേഷനാണ്. എയും ഇയും തമ്മിലുള്ള റിലേഷന് എ എന്ന് പറഞ്ഞാല് ഓള്, ഇ എന്ന് പറഞ്ഞാല് നോ. ഇത് തമ്മിൽ റിലേഷൻ എന്ന് വെച്ചാല് രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റൂല. ബോത്ത് കനോട്ട് ബി ട്രൂ. നമ്മളിപ്പോ ഉദാഹരണം പറയണേ, എല്ലാ മനുഷ്യരും മരിച്ചു പോകുന്നു പറയണം. ആൾ മെൻ ആർ മോർട്ടൽ. സാധാരണ പറഞ്ഞ ഉദാഹരണം അല്ലേ? ആൾ മെൻ ആർ മോർട്ടൽ എന്ന് പറയാം. എന്നിട്ട് അതിന്റെ നോൺ എന്താണ്? അതിന്റെ കോൺട്രറി ആയിട്ട് നോൺ അല്ലോ. കോൺട്രറി എന്താണ്? നോ മെൻ ആർ മോർട്ടൽ. നോ മെൻ ആർ മോർട്ടൽ. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമ്മൾ പറയാണ് ഇത് രണ്ടും കൂടി ട്രൂ ആവോ? എല്ലാ മനുഷ്യരും മരിച്ചു പോകുന്നുള്ളതും ഒരു മനുഷ്യരും മരിച്ചു പോകില്ല എന്നുള്ളത് രണ്ടും കൂടി ട്രൂ ആവോ? ഒരിക്കലും ആവില്ലല്ലോ. അപ്പൊ രണ്ടും കൂടി ട്രൂ ആവുന്നുള്ള നടക്കൂല. അപ്പൊ ബോത്ത് കനോട്ട് ബി ട്രൂ. രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റില്ല. പക്ഷെ ഇത് രണ്ടും ഫാൾസ് ആവാം. മനുഷ്യൻ മരിച്ചു പോവാന്നുള്ളത് ഇത് ഇവിടെ ഉദാഹരണം കറക്റ്റ് ആവില്ല. വേറെ എന്തെങ്കിലും പറയണെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ആൾ ആപ്പിൾസ് ആർ റെഡ്. ഞാൻ പറയുന്ന ആൾ ആപ്പിൾസ് ആർ റെഡ്, എല്ലാ ആപ്പിളും റെഡാന്ന് പറഞ്ഞു. മറ്റെന്താ പറഞ്ഞത്? നോ ആപ്പിൾസ് ആർ റെഡ്. ഒരു ആപ്പിളും റെഡ് അല്ല. അപ്പൊ എല്ലാ ആപ്പിളും റെഡ് ആണെന്നുള്ളതും ഒരു ആപ്പിളും റെഡ്, രണ്ടും ഒരേ സമയത്ത് ട്രൂ ആവാൻ പറ്റില്ല. പക്ഷെ ഇത് രണ്ടും ഫാൾസ് ആവാം. നമ്മള് ഗ്രീൻ ആപ്പിൾ ഉണ്ടല്ലോ, അപ്പൊ എന്താണ്? അപ്പൊ അത് ഒന്നാമത്തെ ഗ്രീൻ ആപ്പിൾ എന്ന് വരുമ്പോ ഇത് തെറ്റാണ്, ഫാൾസ് ആണ്. ഇതും തെറ്റാണ്. അപ്പോ കാരണം ആപ്പിൾ എന്നുള്ളത് റെഡ് ഇല്ല, പക്ഷെ ഗ്രീൻ ഉണ്ട്. അപ്പൊ രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റും, പക്ഷെ രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റില്ല. അതാണ് കോൺട്രറി എന്ന് പറഞ്ഞാല്. ഇനി മൂന്നാമത്തെ ഒന്നാണ് സബ് കോൺട്രറി. സബ് കോൺട്രറി എന്ന് പറഞ്ഞാല് ഐയും ഇയും ഉള്ള റിലേഷൻ ആണ് സബ് കോൺട്രറി എന്ന് പറയാം. അതായത് സമ്മും സംനോട്ടും തമ്മിലുള്ള റിലേഷന്, സമ്മും സംനോട്ടും തമ്മിലുള്ള റിലേഷനാണ് ഐ ഒ. ഈ രണ്ട് പ്രപ്പോസൽ, കാറ്റഗോറിക്കൽ പ്രപ്പോസൽസ് ഉള്ള റിലേഷൻസിനാണ് നമ്മൾ എന്ത് പറയാ? സബ് കോൺട്രറി എന്ന് പറയാം. ഇതിന്റെ പ്രത്യേകത്തിന്റെ റിലേഷൻ എങ്ങനെ വെച്ചാൽ കോൺട്രറിയുടെ നേരെ ഓപ്പോസിറ്റ്, അതിന്റെ റിലേഷൻ അവിടെ കൊടുത്തിട്ടുള്ളത് ദേ കനോട്ട് ബോത്ത് ബി ഫാൾസ്. രണ്ടും കൂടി എന്താൻ പറ്റൂല? രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റൂല. അതേ സമയത്ത് രണ്ടും കൂടി എന്താവാൻ പറ്റും? രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റും. രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റില്ലെങ്കിൽ രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റും എന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്നും വായിക്കട്ടെ. അപ്പൊ കണ്ടില്ലേ? അപ്പൊ കോൺട്രറി എന്നുള്ള സബ് കോൺട്രറിന്റെ പ്രത്യേകത ദേ കനോട്ട് ബോത്ത് ബി ഫാൾസ്. രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റൂല. അപ്പൊ നമ്മൾ പറയാണ് സം ആപ്പിൾസ് ആർ റെഡ്. സം ആപ്പിൾസ് ആർ റെഡ് എന്ന് പറഞ്ഞിരിക്കാം. ഇതിന്റെ സംനോട്ട് തന്നെ ഇതിന്റെ കോൺട്രറി, സബ് കോൺട്രറി ആയിട്ട് വരുന്നത് സംനോട്ടാണ്. അതായത് സം ആപ്പിൾസ് ആർ നോട്ട് റെഡ്.
അപ്പൊ ഇത് രണ്ടും തമ്മിൽ റിലേഷൻ എന്താ വെച്ചാല് ഇതൊന്ന് മറ്റൊന്നിന്റെ സബ് കോൺട്രറി ആണ്. ഒന്ന് മറ്റൊന്നുള്ള റിലേഷൻ വെച്ചാൽ ഒന്ന് മറ്റൊന്നിന്റെ സബ് കോൺട്രറി എന്നുള്ളതാണ് ഇവിടുത്തെ റിലേഷൻ എന്നുള്ളത്, സബ് കോൺട്രറി. അപ്പൊ ഈ സബ് കോൺട്രറി റിലേഷൻ എന്താ വെച്ചാല് ഇപ്പൊ ഇത് രണ്ടും കൂടി ഫാൾസ് ആണ് നടക്കൂല. അപ്പൊ ഇതും ഫാൾസ് ഇതും ഫാൾസ് അത് പറ്റൂല. കാരണം നമ്മൾ പറഞ്ഞതാണ് ആപ്പിൾസ്, ചില ആപ്പിളുകൾ റെഡ് ആന്ന് പറഞ്ഞു. അപ്പൊ ചില ആപ്പിൾ റെഡ് ആണെന്നുള്ളത് ഫാൾസ് ആണെന്ന് പറഞ്ഞാൽ, ചില ആപ്പിൾസ് സം ആപ്പിൾസ് ആർ റെഡ് എന്നുള്ളത് അത് ഫാൾസ് ആണെന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക നമുക്ക്? ചില ആപ്പിൾസ് റെഡ് അല്ല എന്നല്ല കിട്ടുക, ഇതല്ല കിട്ടുക. ഇത് ഫാൾസ് ആന്ന് പറഞ്ഞാല് ആ ഒന്നാമത്തത് ഫാൾസ് ആന്ന് പറഞ്ഞാൽ, ഇത് ഫാൾസ് ആന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് എന്തായി കിട്ടുക ഉത്തരം കിട്ടുക. നമ്മൾ ഇതും ഫാൾസ് എന്ന് പറഞ്ഞാൽ നടക്കുമോ? രണ്ടും കൂടി ഫാൾസ് നടക്കൂല. അത് സബ് കോൺട്രറി റിലേഷൻ ആണ്. പക്ഷെ നമുക്ക് രണ്ടും കൂടി എന്താ പറ്റും? ട്രൂ ആവാൻ പറ്റും. ഇതും ട്രൂ ആണ്. ഉദാഹരണത്തിന് ചില ആപ്പിൾ റെഡ് ആണ്, ചില ആപ്പിൾ റെഡ് അല്ല, ഗ്രീൻ ആപ്പിൾ ഒക്കെ ഉണ്ട്. അപ്പൊ രണ്ടും ട്രൂ ആവാൻ പറ്റും, പക്ഷെ രണ്ടും കൂടി എന്താ പറ്റൂല? ഫാൾസ് ആവാൻ പറ്റൂല. അപ്പൊ സബ് കോൺട്രറി ആണ് ഇവിടെ റിലേഷന്. അപ്പൊ ഇനി ഇതിന് ഉത്തരം എന്തായിരിക്കും? സബ് കോൺട്രറി ഐയും ഓയും തമ്മിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏതാ ഉത്തരം ഉണ്ടാവുക? പറഞ്ഞാണ്. ഇവിടെ ഉണ്ടല്ലോ എല്ലാരും ആൻസർ ചെയ്യണേ. ഉള്ളവരൊക്കെ ഒന്ന് ആൻസർ ചെയ്യണേ പെട്ടെന്ന്. ഓപ്ഷൻ 3 ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, രണ്ട് പേര് പറഞ്ഞിട്ടുണ്ട്. അതായത് സം ഏപ്സ് ആർ മങ്കീസ്, ഇതേതാണ്? ഇതിന്റെ റിലേഷൻ എന്നുള്ളത് ഐ ആണ്. ആൾ ആപ്പിൾസ് ആർ മങ്കീസ് എ ആണ്. സം ആപ്പിൾസ് ആർ നോട്ട് മങ്കീസ് ഒ ആണ്. നോ ആപ്പിൾസ് ആർ മങ്കീസ് ഇ ആണ്. ഇത് നമ്മളെ സബ് കോൺട്രറി ആണെന്ന് അറിഞ്ഞാൽ സബ് കോൺട്രറി ഐയും ഓയും തമ്മിലാണെന്ന് പറഞ്ഞു. ഇത് ഐ ആണ്, ഇത് ഒ ആണ്. എയും സി ആണ് കറക്റ്റ്. എ ആൻഡ് സി ഓൺലി എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. എയും ഐയും എന്ന് പറയുന്ന എ ആൻഡ് സി എന്ന് പറഞ്ഞാണ് ഇവിടുത്തെ കറക്റ്റ്. ഐയും ഒ എന്ന് പറയുന്ന സമ്മും സം നോട്ടും ആണ്. അതായത് എ എന്നുള്ളതും ഒന്നാമത്തെ പ്രപ്പോസനും ആ മൂന്നാമത്തെ സി പ്രപ്പോസനാണ് ഇവിടുത്തെ കറക്റ്റ് ഈ പറയുന്ന റിലേഷൻ ഉള്ളത്. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ചോദ്യത്തിൽ കിടക്കട്ടോ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ഒബ്വേഷൻ ഞാൻ പറഞ്ഞാണ് സംശയം. ആലോചിച്ച് നോക്കി. ഇത് കിട്ടുന്ന ആൻസർ കിട്ടുന്നവർ പെട്ടെന്ന് പറയണേ. ഇത്ര ആലോചിക്കാനുണ്ടോ? അതിൽ സ്പീഡ് ആക്കണട്ടോ. നമ്മളെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല വേണ്ട. നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്യണം കേട്ടോ. സ്വന്തമായിട്ട് തന്നെ വർക്ക് ചെയ്യണം. എന്നാലേ ഇത് വളരെ സ്പീഡ് ആവുള്ളൂ. ലോജിക് റീസണിംഗ് ഒക്കെ ഇത് കോൺസെപ്റ്റ് മനസ്സിലായാലും പെട്ടെന്ന് സെക്കൻഡുകൾ ഉത്തരം എഴുതി പോണ കാര്യമാവണം. നമുക്ക് ഇനിയും 10ഓളം യൂണിറ്റ്സും അതിന്റെ ആൻസർ ചെയ്യണ്ടേ. അപ്പൊ 5 ക്വസ്റ്റ്യൻസ് വളരെ സ്പീഡിൽ ചെയ്യണം. അപ്പൊ കിട്ടും, പെട്ടെന്ന് കിട്ടും. ഒന്ന് സ്പീഡ് ആക്കണം. ഓപ്ഷൻ 2 എന്നാണ് ഷഹില പറഞ്ഞിട്ടുള്ളത്, ആദിത്യം പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ 2 എന്ന് പറഞ്ഞാൽ സി ആൻഡ് ഡി എന്നല്ലേ. കിട്ടുന്നവര് ആൻസർ കിട്ടണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ആൻസർ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പറയാം. കഴിഞ്ഞോ? മാക്സിമം ആളുകൾ ചെയ്യേ, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഞാനൊരു കാര്യം, നിങ്ങൾ ആൻസർ പറയുമ്പോൾ തെറ്റായിരിക്കാം അല്ലെങ്കിൽ ശരിയായിരിക്കാം. എന്നിട്ട് ഞാൻ അത് ക്ലിയർ ചെയ്യുന്ന സമയത്തെ ഇപ്പൊ നിങ്ങൾ ആൻസർ തെറ്റാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ ക്ലിയർ ചെയ്യുമ്പോൾ ഇതാണ് ആൻസർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കണം എന്നറിയാം. എനിക്ക് എവിടെയാണ് പിഴച്ച് എന്നൊരു ബോധം നിങ്ങൾക്ക് വേണം കേട്ടോ. ഇപ്പൊ ഞാൻ വിചാരിച്ചത്, ഇപ്പൊ ഉദാഹരണത്തിന് ഇത് ഓപ്ഷൻ 2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ 2 ഇൻകറക്റ്റ് ആണെന്ന് വിചാരിക്കുക, തെറ്റാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇപ്പൊ ഇവിടുന്ന് ആദിത്യ അല്ലെങ്കിൽ രസന ഇവരൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ടാവുക, ഷഹലൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ടാവുക. ഇത് ഒരു ബേസിസിലാണല്ലോ ഇതിന് ഓപ്ഷൻ 2 കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ പറയണത് ഇതല്ല കറക്റ്റ്, വേറെ ആൻസർ എന്ന് പറയുകയാണെങ്കിൽ വേർ ഐ വാസ് റോങ് എന്ന സാധനങ്ങൾ മനസ്സിലുണ്ടാവണം കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ ആൻസറും പറയാം. ഇവിടെ ഓപ്ഷൻ 2 എന്ന് പറഞ്ഞത് ശരിയാണോ നോക്കാം നമുക്ക്. അപ്പൊ ആദ്യം നമ്മൾ ഇതില് ഇങ്ങനെ നോട്ടും നണ്ണും അങ്ങനെയൊക്കെയുള്ള അതൊക്കെ അവിടെ വെക്കുക. അതൊക്കെ വെക്കാം. സാധാ പോലുള്ള ഉദാഹരണം എടുക്കുക. സം മങ്കീസ് ആർ ഏപ്സ് ഇതെടുക്കുക.
അപ്പൊ ഈ സം മങ്കീസ് ആർ ഏപ്സും ഈ സം ഏപ്സ് ആർ മങ്കീസ് തമ്മിൽ ബന്ധം എന്താ? നമ്മള് ഈ ലോജിക്കലി ഈക്വാലന്റ് ആവാന്ന് പറയുമ്പോൾ ലോജിക്കലി ഈക്വാലന്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരേണ്ട കാര്യം എന്നുള്ളത് കൺവേർഷൻ ആണ്. കൺവേർഷൻ. രണ്ടാമത് നിങ്ങൾ മനസ്സിലേക്ക് വരേണ്ടത് കോൺട്രാപോസിഷൻ ആണ്. ഇത് രണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. കോൺട്രാപോസിഷൻ. മൂന്നാമത്തത് ഒബ്വേർഷൻ ആണ്. ഇതും പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി പറയാം. അപ്പൊ കൺവേർഷന്, കോൺട്രാപോസിഷന്, ഒബ്വേർഷന് ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ വരണം. അത് ഒരു രണ്ട് ചോദ്യത്തിൽ വരികയാണ് ലോജിക്കൽ ഈക്വാലന്റ് എന്ന് വരികയാണെങ്കിൽ ഈ മൂന്നുകൾ മനസ്സിലുണ്ടായാൽ മതി. അപ്പൊ എന്താണ് കൺവേർഷൻ? ഇനി ആർക്കും മറക്കരുത് കേട്ടോ. കൺവേർഷൻ എന്ന് പറഞ്ഞാല് ഉദാഹരണത്തിന് ഇവിടെ കൊടുത്തെന്താണ്? സം മങ്കീസ് ആർ ഏപ്സ്. ഇതാണല്ലോ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ കൺവേർഷൻ എന്താ വെച്ചാല് ഇതിന് ഈ സബ്ജക്ട്, ഇതാണ് സബ്ജക്ട്, ഇതാണ് പ്രഡിക്കേറ്റ്. ഈ പ്രഡിക്കേറ്റിനെ പിടിച്ച് നമ്മൾ സബ്ജക്റ്റ് കൊണ്ടുവരിക, സബ്ജക്റ്റിനെ പിടിച്ച് പ്രഡിക്കേറ്റും കൊണ്ടുവരിക. ഇത് നമ്മൾ സ്വാപ്പിംഗ് ദ പൊസിഷൻ എന്ന് പറയും. സ്വാപ്പിംഗ് എന്ന് പറയും. അതിന്റെ പൊസിഷൻസ് അങ്ങോട്ട് കൊണ്ട് മാറ്റുക എന്നർത്ഥം. അപ്പം സം എന്നുള്ളത് സമ്മിലേക്ക് തന്നെ കൺവേർട്ട് ആവും ചെയ്യും. ഇത് ഇനി സം നോട്ടോ ആളോ ഒന്നും ആവണ്ട. അപ്പൊ ഇതിന്റെ കൺവേർട്ടർ ഫോം എന്താ വെച്ചാല് എന്താ പറയും? സം ഏപ്സ്. നിങ്ങൾ ചെയ്ത് നോക്കണം. പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ വരണം കേട്ടോ. സം ഏപ്സ് ആർ മങ്കീസ്. ഇതാണ് ഇതിന്റെ കൺവേർട്ട് ഫോംസ്. അപ്പൊ ഇതിൽ സം മങ്കീസ് ആർ ഏപ്സ് എന്നാണെങ്കിൽ ഇതിന്റെ കൺവേർട്ടർ ഫോം ആണ് തൊട്ടടിയുള്ള സം ഏപ്സ് ആർ മങ്കീസ് എന്നുള്ളത്. ഈ കൺവേർട്ടർ ഫോം ഇതിന്റെ കൺവേർട്ടർ ഫോം ആണല്ലോ. ഈ കൺവേർഷൻ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് ലോജിക്കലി ഈക്വാലന്റ് ആയിരിക്കും. അപ്പൊ സം മങ്കീസ് ആർ ഏപ്സ്. ചില മങ്കികൾ ഏപ്പാന്ന് പറയുന്നതും ചില ഏപ്പുകൾ മങ്കിയാന്ന് പറയുന്നതും രണ്ടും ഒന്നാണ്. അത് ലോജിക്കലി രണ്ടും ഒരേ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന് നമ്മൾ ലോജിക്കലി ഈക്വാലന്റ് ആയ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഒരേപോലെ തന്നെയാണ്. അപ്പൊ സം മങ്കീസ് ആർ ഏപ്സ്, അതിന്റെ നേരെ കൺവേർഷൻ ആണ് സം ഏപ്സ് ആർ മങ്കീസ്. ഇത് രണ്ടും ലോജിക്കലി ഈക്വാലന്റ് ആണ്. അപ്പൊ സിയും ഡിയും എന്താണ്? ലോജിക്കലി ഈക്വാലന്റ് ആണ്. സിയും ഡിയും ഉള്ളി. അപ്പൊ ഓപ്ഷൻ 2 എന്ന് പറഞ്ഞ ആൾക്കാർ അത് ബേസിലാണ് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് വിചാരിക്കുന്നത്. കൺവേർഷൻ മനസ്സിലായ രീതിയിലാവും പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം. അപ്പൊ ഞാൻ ഒബ്വേഷൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നില്ലേ ഷഹല? അപ്പൊ ഞാൻ ഒബ്വേഷൻ പറഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടാവും നിങ്ങൾ ആൻസർ ചെയ്യാത്തുണ്ടാവുക. അപ്പൊ ഒബ്വേഷൻ നമുക്ക് പരിചയപ്പെടാം. ഒബ്വേഷൻ എന്നുള്ളത് ഇതൊന്നും ആയിക്കോട്ടെ. അപ്പൊ ഒബ്വേഷൻ എന്നുള്ളത് നമ്മൾ എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാല്, അപ്പൊ ഇപ്പൊ ഇതേ ഉദാഹരണം എടുക്കാം നമുക്ക്. സം മങ്കീസ് ആർ ഏപ്സ്. ബിഷർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ മൈക്ക് ഒന്ന് ഓഫ് ആക്കി നോക്കി. ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ക്ലിയറൻസ് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. മൈക്ക് ഓൺ ആക്കി ചോദിക്കാം. അപ്പൊ സം മങ്കീസ് ആർ ഏപ്സ്, ഇതാണല്ലോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഇതിന്റെ ഒബ്വേർട്ടഡ് ഫോം ഒക്കെ എന്തിനാ എടുക്കണമെന്ന് വെച്ചാല് നമ്മളിപ്പോ ഇതേ സ്റ്റേറ്റ്മെന്റിനോട് ഇതിന്റെ ഒബ്വേർട്ടഡ് ഫോം എടുത്താലും അതേ അർത്ഥവും കിട്ടുക. അതാണ് ലോജിക്കലി ഈക്വാലന്റ് എന്നുള്ളത്. അതിന്റെ കോൺട്രാപോസിറ്റ് എടുത്താലും ഇതേപോലെ തന്നെയാണ് അതേ അർത്ഥം കിട്ടുക. അപ്പൊ ഇതിൽ കോൺട്രാപോസിറ്റ്, ഇതിലുള്ളത് ഒബ്വേഷൻ എടുക്കുക വെച്ചാല് നമ്മൾ സം ആണെങ്കിൽ, ഇവിടെ സം ആണെങ്കിൽ അതിന്റെ ഒബ്വേഷൻ ഫോം ആകുമ്പോൾ എന്താവും അറിയോ? സം നോട്ട് ആവും. ഒന്ന് ശ്രദ്ധിക്കുക. സം ആവുമ്പോ അതിന്റെ ഒബ്വേർട്ടഡ് ഫോമിൽ എന്തായിരിക്കും? സം നോട്ട് എന്നാവും. അപ്പൊ ഒന്ന് അങ്ങനെ ആക്കുക. സം ആണെങ്കിൽ അതിന്റെ ഒബ്വേഷൻ എടുക്കുമ്പോൾ അത് സം നോട്ട് ആക്കുക. ഒന്ന്. രണ്ടാമത് ഇവിടെ സബ്ജക്ട് അതേപോലെ തന്നെ കൊടുക്കുക. സം മങ്കീസ് ആർ നോട്ട് ടാ. സം നോട്ട് ആവും. ആർ നോട്ട്. ഇവിടെ ഏപ്സ് അല്ലുള്ളത്. അതിന് നമ്മൾ വെറും ഏപ്സ് നാക്കിയാൽ പോരാ. എന്ത് ഏപ്പ് നാക്കണം? നൺ ഏപ്സ് നാക്കണം. നമ്മളൊരു നെഗറ്റീവ് കോംപ്ലിമെന്റ് അതിന് എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം. നെഗറ്റീവ് കോംപ്ലിമെന്റ് നമ്മൾ അതിന് എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇവിടെ ഏപ്സ് എന്നുള്ളൂ. അതിന് നമ്മള് ഏപ്പ് അല്ലാത്തത് നൺ ഏപ്സ് എന്ന് പറയുന്ന നെഗറ്റീവ് കോംപ്ലിമെന്റ് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ആഡ് ചെയ്ത് കൊടുക്കണം. അതേ എന്തുള്ളൂ നമുക്ക് ഇതിൽ ചെയ്യേണ്ടുള്ളൂ. അപ്പൊ സം മങ്കീസ് ആർ ഏപ്സ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കി? സം മങ്കീസ് ആർ നോട്ട് നൺ ഏപ്സ് എന്നാക്കി. അപ്പൊ എന്തായി ചോദിച്ചാല് ആ ഫസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ ഒബ്വേർട്ടഡ് ഫോം ആണ് രണ്ടാമത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇത് പറഞ്ഞാലും അതേ അർത്ഥം തന്നെയാണ് ഇത് പറഞ്ഞാലും കിട്ടുക. ഇനിയിപ്പോ ഈ അർത്ഥം കിട്ടുന്നുണ്ടോ? അത് നൺ ഏപ്സ് നിങ്ങൾ വളരെ തല പുണ്ണാക്കുന്നു വേണ്ട. ആ കോൺസെപ്റ്റ് എങ്ങനെ ചെയ്യാന്ന് മാത്രം പഠിച്ചാൽ മതി. ഒബ്വേഷൻ എന്നുള്ളത് എന്താ ചെയ്യേണ്ടത് വെച്ചാല് സബ്ജക്റ്റിന് പ്രഡിക്കേറ്റിന് അതേപോലെ തന്നെ കൊടുക്കുക. പക്ഷെ പ്രഡിക്കേറ്റിനെ പിടിച്ച് എന്താക്കുക? പ്രഡിക്കേറ്റിന് മാത്രം നമ്മളൊരു നെഗറ്റീവ് കോംപ്ലിമെന്റ് കൂട്ടി കൊടുക്കുക. സം ആണെങ്കിൽ അതിന് സം നോട്ട് ആക്കുക. ഇനി ആളാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന് നോക്ക് മാറ്റണം. നോ ആണെങ്കിൽ ആളിലേക്ക് മാറ്റണം. അങ്ങനെ ഉണ്ടൊക്കെ മാറ്റുക. മനസ്സിലായല്ലോ? ഇപ്പൊ ആൾ മങ്കീസ് ആർ ഏപ്സ് എന്നാണെങ്കിൽ അതിന്റെ ഒബ്വേർട്ടഡ് ഫോം എന്തായിരിക്കും? നോ മങ്കീസ് ആർ നൺ ഏപ്സ്. ഇപ്പൊ മനസ്സിലായില്ലേ? ആൾ നമ്മൾ നണ്ണിലേക്ക് മാറ്റി, നോയിലേക്ക് മാറ്റി. അതുപോലെ തന്നെ ഏപ്സ് എന്നുള്ളത് നൺ ഏപ്പ് ആക്കി മാറ്റി. അപ്പൊ സം മങ്കീസ് ആർ ഏപ്സ് എന്നുള്ളതിന്റെ ഒബ്വേർട്ടഡ് ഫോം ആണ് സം മങ്കീസ് ആർ നോട്ട് നൺ ഏപ്സ് എന്നുള്ളത്. കണ്ട?
അപ്പൊ ഇതും കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് ആണ്. സം മങ്കീസ് ആർ നോട്ട് ഏപ്സ് എന്നുള്ളത്. ഇനി ഒന്നാമത്തതോ? ഒന്നാമത്തതും കറക്റ്റ് ആണ്. എന്തിന്റെ? സം ഇതുണ്ടല്ലോ, സം ഏപ്സ്. സം ഏപ്സ് ആർ മങ്കീസ്. സം ഏപ്സ് ആർ മങ്കീസ് എന്നുള്ളതിന്റെ ഒബ്വേർട്ടർ ഫോം ആണ് എന്ത്? നിങ്ങൾ തന്നെ മനസ്സിൽ പറഞ്ഞട്ടോ. സം ഏപ്സ് ആർ നോട്ട് നൺ മങ്കീസ്. ഇതാണ് ഒബ്വേഷൻ എന്നാല്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതും 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 നാലും കറക്റ്റ് ആണ്. എ ബി സി ഡി എന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറയൂ. ഓക്കെ. അപ്പൊ ഇതാണ് അവിടുത്തെ ഒബ്വേഷൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ കോൺട്രാപോസിന് പറഞ്ഞല്ലോ. ഇനി അതിൽ ക്വസ്റ്റ്യൻ വരും, നമുക്ക് കോൺട്രാപോസ് ഉണ്ടെങ്കിൽ നമുക്ക് അതും പറയാം കേട്ടോ. അടുത്തേക്ക് കിടക്കാം. ഫാലസി ആണ്. ഈ ഫാലസി മുമ്പ് പറഞ്ഞാണ്, നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടണം. നമ്മൾ പറഞ്ഞ ഒരു ഫാലസിയാണിത്, നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഫാലസിയാണ്. ഞാൻ പറയുന്ന മാതിരി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇനി നെറ്റ് എക്സാമിനുകൾ അറ്റൻഡ് ചെയ്യാനുള്ളതല്ലേ. അപ്പൊ നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് അത് കൂട്ടി വെക്കരുത്. നിങ്ങൾ പിന്നെയും പിന്നെയും അതിന്റെ വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾക്ക് PYQs ഇനി ഇഷ്ടംപോലെ കിട്ടുമല്ലോ. നെറ്റിൽ അടിച്ചാൽ തന്നെ ഇഷ്ടംപോലെ കഴിഞ്ഞ വർഷങ്ങളുടെയൊക്കെ ഉള്ള 2023 ഡിസംബറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതിന് മുമ്പത്തെ അതിന്റെ ജൂൺ എക്സാമിന്റെ PYQs ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. മറ്റു പ്രാവശ്യത്തിൽ PYQs ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അതിന്റെ ഡൗട്ട്സ് പേജ് വൈസിന്റെ ഒക്കെ നിങ്ങളുടെ ഫാക്കൽറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ മൻസൂർക്ക് ഇവരോടൊക്കെ കോൺടാക്ട് ചെയ്താൽ മതിയല്ലോ. അപ്പൊ നിങ്ങൾ നിരന്തരമായിട്ട് ഇവരോട് കോൺടാക്ട് ചെയ്യുക. ഇവരുടെ എജുവൈസിന്റെ കീഴിൽ കൊമേഴ്സിന്റെ അറബിക്കിന്റെ ഒക്കെ സാധാ മെയിൻ പേപ്പറിന്റെ ക്ലാസ് നടക്കുന്നുണ്ട്, ജനറൽ പേപ്പറിന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിന് ഫാക്കൽറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങള് PYQസും ഒക്കെ ആയിട്ട് നിങ്ങൾ എൻഗേജ്ഡ് ആവുക. ഫാക്കൽറ്റീസിനോടൊക്കെ ചോദിക്കുക, സംശയങ്ങൾ ചോദിക്കുക, ഡൗട്ട്സ് ക്ലിയറൻസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ എൻഗേജ്ഡ് ആകുമ്പോഴേ നമ്മൾ ഈ പറഞ്ഞൊക്കെ നിങ്ങൾ മനസ്സിലിരിക്കുള്ളൂ. കാരണം ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പിന്നെ നമുക്ക് ഇത്ര സമയം എടുക്കാൻ പാടില്ല നിങ്ങൾ ആൻസർ ചെയ്യുന്നത്. പെട്ടെന്ന് ആൻസർ കിട്ടണം. അപ്പൊ കിട്ടാത്ത എന്താ വെച്ചാൽ നിങ്ങൾ ആ വർക്കൗട്ട് ചെയ്യാത്ത പ്രശ്നമാണ്. ഇവിടെ നമുക്ക് റെഡ് ഹെറിങ് ഇത് യൂസ് ചോദിക്കുമ്പോൾ നമ്മളെ കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കൂല കേട്ടോ. ഭയങ്കര ഒരു മെച്ചാണ്. അപ്പൊ ഇതൊക്കെ മുമ്പ് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇതിൽ കൺഫ്യൂസിംഗ് ആണ് ഒന്നുമില്ല. റെഡ് ഹെറിങ്, സ്ലിപ്പറി സ്ലോപ്പ്, ഫാൾസ് കോസ്, അതുപോലെ തന്നെ ഫാലസി ഓഫ് കോമ്പോസിഷൻ. അപ്പൊ ഇതൊക്കെ ഇതിലൊന്ന് വളരെ ഒറ്റയാനെ കണ്ടെത്താന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഒന്നിന് കണ്ടെത്താം. ബാക്കിയുള്ളൊക്കെ ചെറിയൊരു ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വളരെ വേറിട്ട് നിൽക്കും. അതിന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഇവിടുത്തെ ഫാലസി ഏതാന്ന് വെച്ചാലേ, ഇവിടുത്തെ ഫാലസി എന്നുള്ള ഇവിടെ ആർഗ്യുമെന്റ് എന്താണ്? ഇവിടുത്തെ ആർഗ്യുമെന്റ് എന്നുള്ളത് വാട്ട് ഈസ് ഗുഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ടൈപ്പ് ഓഫ് ബിസിനസ് കനോട്ട് ബി ബാഡ് ഫോർ ഇക്കോണമി ആസ് എ ഹോൾ. ഇവിടെ തന്നെ ഒരു ഹോള് അതൊക്കെ അവിടെ തന്നെ നമുക്ക് കുറെ സൂചനകള്, ക്ലൂസ് തന്നിട്ടുണ്ട് എന്താണെന്നുള്ളത്. നമ്മൾ റെഡ് ഹെറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ് ഹെറിംഗ് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ഡിസ്ട്രാക്ട് ചെയ്ത് പറയാന്നുള്ളതാണ്. നമ്മളൊരു കാര്യം ഉണ്ടാകുമ്പോൾ ഒരു ആർഗ്യുമെന്റ് പറയുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് പറയാതെ നമ്മൾ വേറെ ആർഗ്യുമെന്റ് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വൈ വി ഷുഡ് ബി വറി അബൌട്ട് അവർ ക്ലൈമറ്റ് ചേഞ്ച്, വാട്ട് അബൌട്ട് അവർ ഇക്കോണമി എന്ന് ചോദിക്കാം. നമ്മൾ സാധാരണ ചാനൽ ചർച്ചകളിലൊക്കെ നിരന്തരമായി പ്രാദേശിക രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യുന്നത്, വലിയ ഇന്റലക്ച്വൽസ് അല്ല, രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഉണ്ടാവൂലേ. വാദം ഉന്നയിക്കും, അതിന് മറുപടി പറയില്ല. നമ്മളിപ്പോ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇവിടുത്തെ രാജ്യത്തെ അവസ്ഥ, നമ്മുടെ ഇക്കോണമി എന്താണ്? അതൊരു ഫാലസിയാണ്. റെഡ് ഹെറിംഗ് എന്ന് പറയുമ്പോൾ ഡിസ്ട്രാക്ട് ചെയ്യാണ്. ആ വിഷയത്തിനോട് ആ കൊടുത്ത ആർഗ്യുമെന്റിനെ നമ്മൾ എതിർക്കാതെ, അതിനെ ഓപ്പോസ് ചെയ്യാതെ, അതിനെ റിപ്പർട്ട് ചെയ്യാതെ വേറെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുക. അതിന് റെഡ് ഹെറിംഗ് എന്ന് പറയാം. ഇനി ഫാലസി ഓഫ് കമ്പോസിഷൻ പറയാം. അതാണ് ഇവിടുത്തെ ആൻസർ എന്നുള്ളത്. അടുത്ത സ്ലിപ്പറി സ്ലോപ്പ് ആണ്. സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു അനദർ. നമ്മൾ ഒരു കാര്യം ഇതുണ്ടെങ്കിൽ മറ്റൊന്നുണ്ടാകും, അതുണ്ടെങ്കിൽ മറ്റൊന്നുണ്ടാകും, അതുണ്ടെങ്കിൽ മറ്റൊന്നുണ്ടാകും, അതുണ്ടെങ്കിൽ മറ്റൊന്നുണ്ടാകും, അതുകൊണ്ട് ഇതുണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണ്ട, ഇതന്നെ ഉണ്ടാവണ്ട എന്ന് പറയാം. അപ്പൊ നിങ്ങളിപ്പോ ഒന്ന് പെരേന്ന് പുറത്തിറങ്ങിയാൽ ഇന്നതുണ്ടാവും, അതുണ്ടാവും, അങ്ങനെ പറയണ്ട. അപ്പൊ പെരേന്ന് പുറത്തിറങ്ങണ്ട. അപ്പൊ അങ്ങനത്തെ ഫാലസി ആണ്. അതിന് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയാം. ഫാൾസ് കോസ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഒപ്പം സംഭവിക്കാം. രണ്ട് കാര്യങ്ങൾ ഒപ്പം സംഭവിക്കുമ്പോൾ നിങ്ങൾ അതിനൊരു അസ്യൂം ചെയ്തെടുക്കുക, ഇത് മറ്റൊന്നിന്റെ കാരണത്താൽ സംഭവിച്ചതാണെന്ന് പറയാം. ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങനെ അങ്ങാടികൂടെ പോകുന്ന സമയത്ത് കുറെ എന്തുണ്ടാകും, കൊറലേഷൻ സംഭവിക്കും. ഉദാഹരണത്തിന് അതിൽ കൂടെ ഇങ്ങനെ നടന്നു പോകണ ഉദാഹരണത്തിന് പല്ലി ചലച്ചു, അങ്ങനെയൊക്കെ കുറെ അന്ധവിശ്വാസങ്ങൾ, സൂപ്പർ സയൻസ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാക്ക ഒച്ചുണ്ടാക്കി, അപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. രണ്ടും ഒപ്പം സംഭവിച്ചു. അപ്പൊ നിങ്ങൾ പറയണം ആ കാക്ക ഒച്ചുണ്ടാക്കിയോണ്ടാണ് എന്ത് ചെയ്തത്, ആക്സിഡന്റ് സംഭവിച്ചെന്ന് പറയാം. അപ്പൊ രണ്ട് സംഭവം ഒപ്പം സംഭവിക്കുമ്പോൾ ഒന്ന് മറ്റൊന്നിന്റെ കാരണമാണ് എന്ന് വെറുതെ അസ്യൂമേ, എവിഡൻസ് ബേസിലാണെങ്കിൽ ഓക്കെ, ഒരു എവിഡൻസും ഇല്ലാതെ വെറുതെ നിങ്ങൾ അസ്യൂം ചെയ്യുന്നതിനാണ് ഫാൾസ് കോസ് എന്ന് പറയാം. ഇനി ഫാലസി ഓഫ് കമ്പോസ് എന്ന് പറഞ്ഞാല് നമ്മളൊരു പാർട്ടിനുള്ള സവിശേഷത,
ഒരു വസ്തുവിന്റെ ഭാഗം, അതിന്റെ ഒരു പാർട്ട്. ഇപ്പൊ നമ്മളൊരു വലിയൊരു മെഷീൻ, ഒരു വലിയ മെഷീൻ സങ്കല്പിക്കാം. ആ മെഷീന്റെ ചെറിയൊരു ഭാഗം, അതിന്റെ ഒരു ചെറിയൊരു ഹോളോ അല്ല അതിന്റെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഭാഗം, അതിന്റെ ഒരു പേര് നിങ്ങൾക്ക് കിട്ടുന്നില്ല, അതിന്റെ മെഷീന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് എന്താ ഉണ്ടാവുക, സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ സ്ക്രൂ അങ്ങനെയൊക്കെയുള്ള ഒരു ഭാഗം പാർട്ട്. ഉദാഹരണത്തിന് നമ്മൾ അതിന് പറയാം, അതിന്റെ സ്ക്രൂസ് ഉണ്ടാവില്ല അതിന് എന്തായാലും. അപ്പൊ അതിന്റെ സ്ക്രൂസ് ലൈറ്റ് വെയിറ്റ് ആണ്, കനമില്ലാത്ത സാധനമാണ് സ്ക്രൂ എന്നുള്ളത്. അപ്പൊ പാർട്ടിന്റെ അത് ആ വലിയ ഹോൾ ആയിട്ടുള്ള മെഷീന്റെ പാർട്ടിന്റെ സവിശേഷമാണ് എന്ത്, കനമില്ലാത്ത എന്നുള്ളത്. നമ്മളിട്ട് അതിന്റെ വിശേഷം നമ്മൾ മൊത്തം പാർട്ട് എടുക്കാം. അതുകൊണ്ട് ആ മെഷീനും എന്താണ്, കനമില്ലാത്തതാണെന്ന്. ആ മെഷീൻ പൊക്കാനും 10 ആൾക്കാരൊക്കെ വേണ്ടി വരും. അങ്ങനത്തെ മെഷീനെ കുറിച്ചാണ് പറഞ്ഞത് കനമില്ലാത്തതാണെന്ന്. കാരണം എന്താണ്, അതിന്റെ പാർട്ടായിട്ടുള്ള അതിന്റെ സ്ക്രൂ എന്താണ്, കനമില്ലാത്തതാണെന്നുള്ളത്. ഇത് മനസ്സിലായി. ഇതാണ് ഫാലസി ഓഫ് കമ്പോസ് ഉള്ളത്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഓരോ ഇൻഡിവിജ്വൽ ടൈപ്പ് ഓഫ് ബിസിനസ്സിന് ഗുഡ് ആവുന്നത് കനോട്ട് ബി ബാഡ്. ബാഡ് ആവില്ല എന്ന് പറഞ്ഞാൽ അത് ഗുഡ് ആവുന്ന അർത്ഥം. ഇക്കോണമിക്ക് മൊത്തമായിട്ട് ഗുഡ് ആവും എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഒരു ചെറുകിട കച്ചവടം, അപ്പൊ അതിന് ഒരു കാര്യം നല്ലതാവുന്നത്, മൊത്തം ഈ സമ്പൽ വ്യവസ്ഥക്ക് നല്ലതാവും എന്ന് പറയുന്നത് അത് പാർട്ടിന് ഉള്ള സവിശേഷത, പാർട്ടിനാണ് ഈ ഗുഡ് എന്നുള്ള സാധനം സവിശേഷത വരുന്നത്. ഇതാണ് ഓരോ ഇൻഡിവിജ്വൽ ടൈപ്പ് ഓഫ് ബിസിനസ്. അപ്പൊ മൊത്തം ബിസിനസിന്റെ ഇൻഡിവിജ്വൽ ടൈപ്പ് ഇപ്പൊ പാർട്ടാണ്, അതിന് ഗുഡായി വരുന്നത്. അതിന്റെ സവിശേഷതയാണ് നമ്മൾ പറഞ്ഞ പാർട്ടിന്റെ സവിശേഷത. അത് ഹോളിനും വരുന്നു, മൊത്തം എക്കോണമിക്ക് എന്ത് ചെയ്യും, അത് ഗുഡായിട്ട് വരുന്നു എന്ന് പറയാം. അതാണ് ഫാലസി ഓഫ് കമ്പോസിഷൻ. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ അല്ലേ? അപ്പൊ എന്തെങ്കിലും ക്ലിയർ കുറവുണ്ടെങ്കിൽ പറയണേ. അപ്പൊ ഇതാണ് ഇവിടെ ഉത്തരം എന്നുള്ളത്, ഫാലസി ഓഫ് കമ്പോസിഷൻ എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ആൻസർ കിട്ടിയ അപ്പൊ തന്നെ പറയണേ. കിട്ടിയോ? പെട്ടെന്ന് ആക്കാൻ നോക്കിട്ടോ, നമുക്ക് പെട്ടെന്ന് പോണ്ടേ. സമയം ഇപ്പൊ എത്ര? 8 മണി കഴിഞ്ഞു. അരമണിക്കൂറും കൂടെ. അപ്പൊ ഞാൻ ആവർത്തിച്ച് പറയണേ, നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം കേട്ടോ. എന്നാലേ അത് എന്ത് ചെയ്യുള്ളൂ, പെട്ടെന്ന് തന്നെ ആൻസർ നെറ്റ് എക്സാമിൽ ചോദിക്കുന്ന സമയത്ത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊക്കെ സീരിയസ് ആണല്ലോ പഠിക്കുന്നത്. ഞാനും നിങ്ങളും ഒക്കെ പഠിക്കാതിരിക്കുമ്പോൾ സീരിയസ് ആയിട്ട് തന്നെയല്ലേ ചെയ്യണത്. JRF കിട്ടണമെന്ന ലക്ഷ്യം കൊണ്ട് തന്നെയല്ലേ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പൊ ബി വെരി വെരി സീരിയസ്. നമ്മൾ എക്സാമിലേക്ക് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മെയിൻ പേപ്പറൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയം തിരക്കിലായിരിക്കും. അതേപോലെ JRF ഒക്കെ നിങ്ങൾ ലക്ഷ്യമാണെങ്കിൽ നിങ്ങൾ ജനറൽ പേപ്പർ ഒരു നിലക്ക് നിങ്ങൾക്ക് അവഗണിക്കാൻ കഴിയില്ല. ജനറൽ പേപ്പറിലൊക്കെ 60 മാർക്ക് നിർബന്ധമാണ്. JRF ഒക്കെ എന്ന ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ അപ്പൊ ലോജിക് റീസണിലൊക്കെ എന്തായാലും മാർക്ക് കിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഷെഹല 3rd 1 എന്ന് പറഞ്ഞിട്ടുണ്ട്, യാൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. സം കാർസ് ആർ ഇ വെഹിക്കിൾസ്, നോ കാർസ് ആർ ഇ വെഹിക്കിൾസ്. ഞാനിപ്പോ നിലവിൽ ഇപ്പൊ ഇതിന് ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ റിലേഷൻ എന്താന്ന് വിശദീകരിച്ചിട്ടുണ്ട് സത്യത്തിൽ ആക്ച്വലി. കോൺട്രാഡിക്ടറി ആണെന്ന് വിചാരിച്ചിട്ടാണോ സി പറഞ്ഞത്? ഇവിടെ വൺ ഓഫ് ദം ഈസ് ഫാൾസ്, ദ അതർ മസ്റ്റ് ബി ട്രൂ. അത് ശരിയാണ്. ഇതും കൂടി പറയണ്ടേ, ഈവൻ ദ ബോത്ത് ഓഫ് ദം ക്യാൻ ബി ട്രൂ. രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റും. കോൺട്രാക്ടറിക്ക് പറ്റുമോ? കോൺട്രാക്ടറിക്ക് രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റില്ല, രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റില്ല. ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേ ഫാൾസ് ആയിരിക്കും, മറ്റേത് ട്രൂ ആണെങ്കിൽ ഇത് ഫാൾസ് ആയിരിക്കും. അതാണ് കോൺട്രാഡിക്ടറി. അപ്പൊ കോൺട്രാക്ടറെ തെറ്റിദ്ധരിക്കരുത്. ഇത് നമ്മൾ പറഞ്ഞാണല്ലോ ഇപ്പൊ നിലവിൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടു, തൊട്ടും പറഞ്ഞിട്ടുള്ളൂ. രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റും, രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റും, രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റൂല. നമ്മൾ ഇതിനെ പറ്റിയോ ഞാൻ പറഞ്ഞെങ്കിൽ എഴുതിയെടുക്കുന്നില്ലേ? എവിടെയും എഴുതിയെടുക്കട്ടോ. അറിയാത്ത കാര്യങ്ങളാണ് എഴുതിയെടുക്കുക. അപ്പൊ മനസ്സിലാവും.
അപ്പൊ രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റും, പക്ഷെ രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റില്ല. അത് ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റും, രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റില്ല. രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റില്ല എന്നുള്ളതിന്റെ അർത്ഥമാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഒന്ന് ഫാൾസ് ആണെങ്കിൽ മറ്റത് ട്രൂ ആവും എന്നുള്ളത്. രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റൂല എന്നുള്ളതിന്റെ മറ്റൊരു ഭാഷ്യമാണ് ഒന്ന് ഫാൾസ് ആണെങ്കിൽ മറ്റേത് ട്രൂ ആവും എന്നുള്ളത്. അപ്പൊ ഓടിയാ ഓപ്ഷൻ 1 അല്ലേ? മാക്സിമം എല്ലാവരും ആൻസർ ചെയ്യണേ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു കേട്ടുള്ളൂ, ഇത് സബ് കോൺട്രറിയുടെ റിലേഷൻ ആണ്. സബ് കോൺട്രറി റിലേഷൻ എന്താ വെച്ചാല് രണ്ടും കൂടെ എന്താൻ പറ്റൂല, രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റൂല, പക്ഷെ രണ്ടും കൂടി എന്ത് ചെയ്യാൻ പറ്റും, രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റും. അപ്പൊ രണ്ടും ഇവിടെ ഏതൊക്കെയാണ് സബ് കോൺട്രറി എന്ന് പറയുമ്പോ ഐയും ഓയും തമ്മിൽ റിലേഷൻ ആണ്. ഇത് ഐ ആണ്, ഇത് ഓ ആണ്, ഇത് ഇ ആണ്, ഇത് എ ആണ്. അപ്പൊ ഇത് രണ്ടും വരില്ല, ഇത് രണ്ടുമാണ് നമുക്ക് വരേണ്ടത്, ഐയും ഓയും തമ്മിൽ റിലേഷന്. അപ്പൊ സം കാർസ് ആർ ഇ വെഹിക്കിൾസ്, സം കാർസ് ആർ നോട്ട് ഇ വെഹിക്കിൾസ്. ഇത് രണ്ടും കൂടി ഫാൾസ് നടക്കൂല. ഇത് ഫാൾസ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും, രണ്ടും കൂടി ഫാൾസ് ആവില്ല. ഇത് ഫാൾസ് എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും, രണ്ടും കൂടി ഫാൾസ് ആവില്ല. പക്ഷെ അതേ സമയത്ത് രണ്ടും ട്രൂ ആവാൻ പറ്റും, ഇതും ട്രൂ ആണ് മറ്റേതും ട്രൂ, അങ്ങനെ പറ്റും. അതാണ് സബ് കോൺട്രറി എന്നുള്ളത്. അപ്പൊ എ ആൻഡ് ബി എന്ന് പറയുന്ന ഓപ്ഷൻ 1 ഒന്നാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇത് തെറ്റിക്കരുത് കേട്ടോ. ഇത് അറിയാത്തുണ്ടെങ്കിൽ എഴുതി വെച്ചോളി. സബ് കോൺട്രറി എന്ന് പറഞ്ഞാല് ബോത്ത് കനോട്ട് ബി ഫാൾസ് ആൾട്ടുഗദർ, രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റൂല, ബട്ട് ക്യാൻ ബി ട്രൂ ആൾട്ടുഗദർ, രണ്ടും കൂടി എന്താൻ പറ്റും, ട്രൂ ആവാൻ പറ്റും. സബ് കോൺട്രറിയുടെ റിലേഷൻ ആട്ടോ. രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റൂല, പക്ഷെ രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് കോൺട്രറി. കോൺട്രറി എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റൂല, ബോത്ത് കനോട്ട് ബി ട്രൂ ആൾട്ടുഗദർ, രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റില്ല, ബട്ട് ക്യാൻ ബി ഫാൾസ് ആൾട്ടുഗദർ, രണ്ടും കൂടി എന്താൻ പറ്റും, ഫാൾസ് ആവാൻ പറ്റും. സബ് കോൺട്രറിയുടെ നേരെ ഓപ്പോസിറ്റ് ഇതാണ് കോൺട്രറി. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. ഈക്വാലിറ്റി സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നത് ഇത് നിങ്ങൾ പഠിച്ചത് തന്നെ കേട്ടോ. നമ്മൾ ഒന്നെങ്കിൽ കൺവേർഷൻ ആയിരിക്കും, ഒപ്പോസിഷൻ ആയിരിക്കും, കോൺട്രാപ്പോസിഷൻ ആയിരിക്കും, മൂന്നാമത് ഒന്നായിരിക്കും. അത് നിങ്ങൾ കണ്ടെത്തണം. ഇതിലെന്തായാലും ആൻസർ ചെയ്യണം. കൺവേർഷനോ ഒപ്പോസിഷനോ കോൺട്രാപ്പോസിഷനോ ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഇതൊക്കെ ഫാസ്റ്റിൽ നടക്കേണ്ട പ്രക്രിയ കേട്ടോ. നിങ്ങൾ എഴുതി വെക്കാത്ത മനസ്സിലേക്ക് വരും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. ഇതുവരെ ചെയ്യണേ. ആദിത്യ ദാമോദരൻ ഒന്നാ പറയണത്. ഷെഹ്ല 3 പറഞ്ഞത്. ബാക്കിയുള്ളവരൊക്കെ ചെയ്യണില്ലേ? ഇവിടെ ഇല്ലേ? ആൻസർ ചെയ്യട്ടോ. ഇവിടെ ഉത്തരമുള്ളത് ചോദ്യം ഉള്ളത് സം നൺ റിയലിസ്റ്റ്സ് ആർ നൺ ഫിലോസഫേഴ്സ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരാളെ 1 ഒരാള് 3 പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കറക്റ്റ് നോക്കാം. ഇവിടെ സം നൺ റിയലിസ്റ്റ്സ് ആർ നോട്ട് നൺ ഫിലോസഫേഴ്സ്, ഇതാണല്ലോ പറഞ്ഞിട്ടുള്ളത്. സം നൺ റിയലിസ്റ്റ്സ് ആർ നോട്ട് നൺ ഫിലോസഫേഴ്സ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൺവേർഷൻ ഉണ്ട്. ഇതിന്റെ കൺവേർഷൻ എന്താ ഉണ്ടാവുക? ഇതിന് നേരെ അങ്ങോട്ട് മറിച്ചിട്ടതല്ലേ.
ഇപ്പൊ സം നോട്ട് ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് സം നൺ റിയലിസ്റ്റിക്സ് ആർ നോട്ട് നൺ ഫിലോസഫേഴ്സ് എന്നുള്ളത്. ഇവിടുത്തെ കാറ്റഗോറിക്കൽ പ്രൊപ്പോസലിലെ കാറ്റഗറി ഏതാണ്? സം നോട്ട് എന്ന് പറയുന്ന ഓ സ്റ്റേറ്റ്മെന്റ് ആണിത്. ഈ സം നോട്ടിന് കൺവേർഷൻ ഉണ്ടാവില്ല. ഈ സം നോട്ടിന് നമുക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് അർത്ഥം അതേപോലെ കിട്ടൂല. സം നോട്ടിന് എന്തില്ല? കൺവേർഷൻ ഇല്ല. ആരാധനോട് എഴുതി വെച്ചോളി, സം നോട്ടിന് എന്തില്ല? കൺവേർഷൻ ഇല്ല. അപ്പൊ ഇതിവിടെ കൺവേർഷൻ നമ്മൾ ആലോചിച്ചിട്ടേ കാര്യമില്ല. കൺവേർഷൻ ഒരിക്കലും ആവില്ല. രണ്ടാമത് നമ്മൾ ആലോചിക്കേണ്ട കോൺട്രാപോസിഷൻ ആണ്. ഇതിന്റെ കോൺട്രാപോസിഷൻ എന്തായിരിക്കും? സം നൺ റിയലിസ്റ്റിക്സ് ആർ നോട്ട് നൺ ഫിലോസഫേഴ്സ്. ഇപ്പൊ ഈ നണ്ണൊക്കെ കൊടുത്തുകണ് അതിന് നേരെ ഓപ്പോസിറ്റ് ആക്കണം അല്ലെ. നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് ഇവിടെ നൺ റിയലിസ്റ്റിക്സ് ആയിട്ടുണ്ട്, നൺ ഫിലോസഫേഴ്സ് ആയിട്ടുണ്ട്. കോൺട്രാപോസിഷനിൽ നമ്മൾ പിന്നെ നണ്ണും ഒക്കെ ആക്കല്. അപ്പൊ ഏതോ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാപോസിറ്റഡ് ആയിട്ടുള്ള വേർഷൻ ആണ് ഈ കണ്ട ഫോം എന്ന് നമുക്കറിയാം. കാരണം രണ്ടിലും നണ്ണ് കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റിൽ നണ്ണ് വന്നിട്ടുണ്ട്, പ്രെഡിക്കേറ്റിൽ നണ്ണ് വന്നിട്ടുണ്ട്. അങ്ങനെ സബ്ജക്റ്റിലും പ്രെഡിക്കേറ്റിലും നണ്ണ് വരിക എന്നുള്ളത് കോൺട്രാപോസിഷനിലുള്ളൂ. ഒബ്വേഷനിൽ നമ്മൾ പ്രെഡിക്കേറ്റിന് മാത്രം എന്താക്കുള്ളൂ? നണ്ണ് കൊടുക്കുള്ളൂ. ഒബ്വേഷനിൽ. കോൺട്രാപോസിഷനിലാണ് നമ്മൾ സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും നണ്ണ് കൊടുക്കുക. അപ്പൊ ഏതോ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഒബ്വേഷൻ കോൺട്രാപോസിഷൻ ആണ് ഈ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം. അപ്പൊ ഏത് സ്റ്റേറ്റ്മെന്റിന്റെ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺട്രാപോസിഷൻ ആക്കുമ്പോൾ നമുക്ക് ചില പ്രൊസീജിയറുകൾ ഉണ്ട്. ഒന്നെന്താ വെച്ചാല് സബ്ജക്റ്റിനെ നമ്മൾ പ്രെഡിക്കേറ്റിലേക്ക് മാറ്റുന്നു. യഥാർത്ഥ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയില്ല കേട്ടോ. സമ്മ് വെച്ചിട്ടുള്ള ഒരു സബ്ജക്ട് ഉണ്ട്, ഒരു സബ്ജക്ട് ഉണ്ട്. അത്ര സബ്ജക്ട് ഏതാ നമുക്ക് അറിയില്ല. ഒരു പ്രെഡിക്കേറ്റ് ഉണ്ട്. ഏതോ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ട്. നമ്മൾ ഇതിനെ നമ്മളെ നേരെ മാറ്റിയ ഫോമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സം ഇവിടെ നൺ റിയലിസ്റ്റിക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. സം ഇവിടെ നോട്ട് ഉണ്ട് കേട്ടോ. സം നോട്ട് അല്ലേ. നൺ റിയലിസ്റ്റിക്സ് ആർ നോട്ട് നൺ ഫിലോസഫേഴ്സ്. ഇതാണ് ഇവിടെ കോൺട്രാപോസിറ്റഡ് ആയിട്ടുള്ള ഫോം ഇതാണ്. അപ്പൊ ഇത് കോൺട്രാപോസിറ്റഡ് ഫോം നൺ ആർ എന്നുള്ളതാണ്. നൺ റിയലിസ്റ്റിക്സ് എന്നാണ്. അപ്പൊ ഇവിടെ സാധാ ഫോമില് നൺ ഉണ്ടാവോ? ഉണ്ടാവൂല. ആറേ ഉണ്ടാവുള്ളൂ. ഈ ആറ് ഇവിടെ സബ്ജക്റ്റിന്റെ ഭാഗത്താണുള്ളത്. അപ്പൊ ശരിക്കും ഫോമിൽ എവിടെ ആയിരിക്കും? പ്രെഡിക്കേറ്റിന്റെ ഭാഗത്താണ് ഉണ്ടായിരിക്കുക. അതുപോലെ ഇവിടുത്തെ പ്രെഡിക്കേറ്റ് നോക്കുക. ഇവിടുത്തെ പ്രെഡിക്കേറ്റ് നൺ ഫിലോസഫേഴ്സ് എന്നാണ്. ശരിക്കും ഫോമിൽ നൺ ഉണ്ടാവില്ല. നമ്മൾ കോൺട്രാപോസിഷൻ ആക്കുമ്പോൾ കൊടുത്തതാണ് ഇത് നൺ എന്നുള്ളത്. ശരിക്കും ഫോം ആകുമ്പോൾ നൺ ഉണ്ടാവില്ല. ഇവിടെ ഫിലോസഫേഴ്സ് നൺ ഫിലോസഫേഴ്സ് എന്നുള്ള പ്രെഡിക്കേറ്റ് വന്നിട്ടുള്ളത് ശരിക്കും ഫോമിൽ അത് എവിടെ ആയിരിക്കും? സബ്ജക്റ്റിന്റെ അവിടെ ആയിരിക്കും. ഞാൻ പറഞ്ഞ വല്ലതും മനസ്സിലായ? പിന്നെ സം ഫിലോസഫേഴ്സ് ആർ നോട്ട് റിയലിസ്റ്റിക്സ് എന്നാണ് ശരിക്കും ഫോം. സം ഫിലോസഫേഴ്സ് ആർ നോട്ട് റിയലിസ്റ്റിക്സ്. ഇതാണ് ശരിക്കും ഫോം. ഇതിനെ പിടിച്ച് നമ്മൾ ഒബ്വേർട്ടർ ആക്കിയാണ്. ഒബ്വേർട്ടർ ആക്കുമ്പോൾ എന്താക്കണം? ഫിലോസഫേഴ്സ് എന്നുള്ളതിന് നൺ ഫിലോസഫേഴ്സ് എന്ന് കൊടുക്കണം. പിന്നെ അതിനെ പിടിച്ച് നമ്മൾ പ്രെഡിക്കേറ്റിൽ കൊണ്ടുവരണം. ഇവിടെ കൊടുന്നല്ലോ സം നൺ റിയലിസ്റ്റിക്സ് ആർ നൺ ഫിലോസഫേഴ്സ് കൊടുന്നല്ലോ. പിന്നെ റിയലിസ്റ്റിക്സ് ആണ് പ്രെഡിക്കേറ്റ് ഉള്ളത്. ഈ പ്രെഡിക്കേറ്റ് നമ്മൾ കോൺട്രാപോസിഷൻ ആക്കുമ്പോൾ നണ്ണ് കൂട്ടി കൊടുത്തിട്ട് സബ്ജക്റ്റ് കൊണ്ടുവരണം. നൺ റിയലിസ്റ്റിക്സ് കൊടുന്നില്ലേ? വേണ്ട, നൺ റിയലിസ്റ്റിക്സ് ഇങ്ങനെ കൊടുക്കണം. അപ്പൊ സം ഫിലോസഫേഴ്സ് ആർ നോട്ട് റിയലിസ്റ്റിക്സ്. സം ഫിലോസഫേഴ്സ് ആർ നോട്ട് റിയലിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഫോമിന്റെ കോൺട്രാപോസിറ്റഡ് വേർഷൻ ആണ്, ഫോമാണ്, സ്റ്റേറ്റ്മെന്റ് ആണ് സം നൺ റിയലിസ്റ്റിക്സ് ആർ നോട്ട് നൺ ഫിലോസഫേഴ്സ് എന്നുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ പറയില്ല, ഒന്ന് ഒരിട്ടം കൂടി പറയാം. ക്ലിയർ ആണല്ലോ അല്ലെ? ഗുഡ്. ഞാൻ അടുത്ത് നോക്കാം. ഇത് സിമ്പിൾ ആട്ടോ. നമ്മൾ കുറെ പഠിച്ചതാണ്. ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റത് ട്രൂ ആയിട്ട് നമുക്ക് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റുന്നത് നമ്മൾ പറഞ്ഞതാണ് ഇതൊക്കെ. ഷഹില തേർഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻസർ കിട്ടുന്നത് ചെയ്യണേ. ആദ്യത്തെ കിട്ടിയില്ലേ?
അതിൽ ഞാൻ പറയാം. ഷഹില പറഞ്ഞാണ് കറക്റ്റ് എന്നുള്ളത്. അതെങ്ങനെ കിട്ടുക വെച്ചാൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇംപ്ലിക്കേഷൻ ഇതൊരു മീഡിയറ്റ് ഇൻഫറൻസ് ആണ്. ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് ആണ്. നമ്മൾ ഒറ്റ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനമാണ് ഇംപ്ലിക്കേഷൻ തന്നെ. ഇംപ്ലിക്കേഷൻ ഉദാഹരണത്തിന്, ഡിഡ് എനിവൺ സേ എനിത്തിങ്? ഇല്ലല്ലോ. ആൾ മെൻ ആർ മോർട്ടൽ, നമ്മൾ സാധാരണ പറഞ്ഞ ഉദാഹരണം. ഇവിടെ നമ്മൾ ആൾ മെൻ ആർ മോർട്ടൽ, എല്ലാവരും മരിച്ചു പോകുന്നവരാണെന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് ഇംപ്ലൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സം മെൻ ആർ മോർട്ടൽ എന്നുള്ളത്. പറയുന്നത് ഇത് ട്രൂ ആണെന്ന് പറഞ്ഞു, എല്ലാ മനുഷ്യരും മരിച്ചു പോകുന്നത് ട്രൂ ആണെന്ന് പറയുകയാണെങ്കിൽ ഈ രണ്ടാമത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ട്രൂ ആയിരിക്കും. എല്ലാ മനുഷ്യരും മരിച്ചു പോകുന്ന പറയുമ്പോൾ ചില മനുഷ്യരും എന്തായിരിക്കും മരിച്ചു പോകും, അതും ട്രൂ ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഇതിനാണ് ഇംപ്ലിക്കേഷൻ എന്ന് പറയാം. ആൾ മെന്നാർ മോർട്ടൽ എന്ന് പറഞ്ഞാല് അതിന് നമുക്ക് ഇംപ്ലൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് സം മെന്നാർ മോർട്ടൽ, അതിന്റെ ഇംപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇത് ട്രൂ ആണെങ്കിൽ ഇതും എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, നോ മെൻ ആർ മോർട്ടൽ, ഒരാൾ മരിച്ചു പോകില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചില മനുഷ്യർ മരിച്ചു പോകില്ല എന്ന് പറയാം, സം മെൻ ആർ നോട്ട് മോർട്ടൽ എന്നും പറയാം. മനസ്സിലായോ? ഇത് ഇംപ്ലിക്കേഷൻ എന്ന് പറയും. അത് പറയുമ്പോൾ അത് ട്രൂ ആണെങ്കിൽ നമുക്ക് അതിന് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റുന്ന, ട്രൂ ആയിട്ട് നമുക്ക് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അതിന്റെ ഇംപ്ലിക്കേറ്റർ ആയിട്ടുള്ള ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ആളാണെങ്കിൽ എന്റെ സമ്മ്, നോ ആണെങ്കിൽ സമ്മ്, സം നോട്ട്. ഓക്കെ അല്ലേ? ഇതാണ് ഇംപ്ലിക്കേഷൻ. ഇത് തിരിച്ച് അങ്ങോട്ട് ഉണ്ടാവില്ല കേട്ടോ. ചില മനുഷ്യർ മരിച്ചു പോകുന്നു പറയുമ്പോൾ ഇത് നമുക്ക് എല്ലാ മനുഷ്യരും കിട്ടൂല. ഇപ്പോ ചില ആപ്പിൾസ്, സം ആപ്പിൾ, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ. ഇവിടെ കണ്ടില്ലേ, സം ആപ്പിൾസ് ആർ റെഡ്, സം ആപ്പിൾസ് ആർ റെഡ് എന്ന് ഇത് ട്രൂ ആയതുകൊണ്ട്, ചില ആപ്പിളുകൾക്ക് റെഡ് എന്ന് ട്രൂ ആയതുകൊണ്ട് ഇതിന്റെ ആള് ട്രൂ ആവണമെന്നില്ല. അപ്പൊ നമ്മൾ ഗ്രീൻ ആപ്പിള്, അപ്പൊ അത് റെഡ് ആണോ? അല്ല. അപ്പൊ സം ആപ്പിൾസ് റെഡ്, അത് ശരിയാണ്, അത് ട്രൂ ആണ്. പക്ഷെ അത് വെച്ചിട്ട് ഇത് ട്രൂ ആണ്, എല്ലാ ആപ്പിളും ട്രൂ റെഡ് ആവണം എന്നുള്ളത് ട്രൂ ആവണമെന്നില്ല, അത് ആവൂല. അപ്പൊ പക്ഷെ നേരെ തിരിച്ചു കിട്ടും, ആൾ എന്നുള്ളത് ട്രൂ ആണെങ്കിൽ ഇതും ട്രൂ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നോ എന്നുള്ള ട്രൂ ആണെങ്കിൽ അതിന്റെ സം നോട്ടും ട്രൂ ആയിരിക്കും. ഇവിടെ കൊടുത്ത നോ പ്രൊഫസേഴ്സ് ആർ മെറ്റീരിയൽസ് എന്നുള്ള ട്രൂ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിന്റെ നോ പ്രൊഫസേഴ്സ് ആർ മെറ്റീരിയലിസ്റ്റ് എന്നുള്ളതിന്റെ ഇംപ്ലിക്കേറ്റർ ഫോം ഉണ്ടല്ലോ, അതും ട്രൂ ആയിരിക്കും. ഇതിന്റെ ഇംപ്ലിക്കേഷൻ ഏതാണ്? സം പ്രൊഫസേഴ്സ് ആർ നോട്ട് മെറ്റീരിയലിസ്റ്റ് എന്നുള്ളതാണ്. ആണല്ലോ, സം പ്രൊഫസേഴ്സ് ആർ നോട്ട് മെറ്റീരിയലിസ്റ്റ് എന്നുള്ളതാണ് ഇതിന്റെ ഇംപ്ലിക്കേറ്റർ ഫോം. അപ്പോ ഇ ആണെങ്കിൽ ഇന്റെ ഇംപ്ലിക്കേഷൻ എന്നുള്ളത് ഒ ആയിരിക്കും, എ ആണെങ്കിൽ ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്നുള്ളത് ഐ ആയിരിക്കും. ഇവിടെ ഇ ആണ്, ഇന്റെ ഇംപ്ലിക്കേഷൻ ഒ ആണ്, ഇതാണ് ഒ സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് ആണല്ലോ? ഇതൊരിക്കലും തെറ്റരുത് കേട്ടോ, ഈ വക ചോദ്യങ്ങൾ ഒരിക്കലും തെറ്റരുത്. ഓക്കെ അല്ലേ? അടുത്തത് നിങ്ങൾ പറഞ്ഞാട്ടോ, ഇത് പറഞ്ഞാണ്, തെറ്റരുത്, തെറ്റരുത് കേട്ടോ. ദേ കനോട്ട് ബോത്ത് ബി ട്രൂ, രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റൂല, ബട്ട് ക്യാൻ ബി ഫാൾസ്. ഞാൻ എഴുതി വെക്കാൻ പറഞ്ഞെന്ന് അറിയാത്തവര് ഇത് ആൻസർ കിട്ടണം. രണ്ടും കൂടി ഫാൾസ് ആവാൻ പറ്റും, പക്ഷെ രണ്ടും കൂടി ട്രൂ ആവാൻ പറ്റൂല. ഏതിന്റെ റിലേഷനാ പറഞ്ഞത് എന്ന് മനസ്സിലായെങ്കിൽ സിമ്പിൾ ആണ് ഇത്തരം ഈ ചോദ്യം വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ്. ഷഹില ആദിത്യ കിട്ടാതിരിക്കരുത് കേട്ടോ, സിമ്പിളായ ചോദ്യം. ബിഷർ പറഞ്ഞിട്ടുണ്ട്, ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എ ആൻസി ആദിത്യം പറഞ്ഞു, കറക്റ്റ് ആണോ നോക്കുക. ഷഹില എഴുതി വെച്ചിട്ടില്ല ആണ് അല്ലെ. അപ്പൊ ഏതായാലും അതിനി അറിയില്ലെങ്കിൽ എഴുതി വെക്കൂ. ഇപ്പൊ നമ്മള് കോൺട്രറി പറഞ്ഞല്ലോ, കോൺട്രാഡിക്ടറി എന്ന് പറഞ്ഞാല് നമ്മൾ എന്താ പറഞ്ഞത്, ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റത് ഫാൾസ് ആയിരിക്കും.
ഇത് ഫാൾസ് ആണെങ്കിൽ മറ്റേത് ട്രൂ ആയിരിക്കും. രണ്ടും ട്രൂ ആവുന്നുള്ളത് നടക്കൂല, രണ്ടും ഫാൾസ് ആവുന്നത് നടക്കൂല. ഇവിടെ കനോട്ട് ബോത്ത് ബി ട്രൂ, രണ്ടും ട്രൂ ആൻ പറ്റില്ല, പക്ഷെ രണ്ടും കൂടി ഫാൾസ് ആൻ പറ്റും. ഇത് നമ്മൾ കോൺട്രറി റിലേഷനാണ് പറഞ്ഞത്. കോൺട്രറി എന്ന് പറഞ്ഞാല് എയും ഇയും തമ്മിലുള്ള റിലേഷൻ ആണ് കോൺട്രറി എന്നുള്ളത്. ഇവിടെ ബന്ധം എന്താ വെച്ചാല് ഇത് ട്രൂ ആണെങ്കിൽ ഇത് എന്തായാലും ഫാൾസ് ആണ്. ഇത് രണ്ടും കൂടി ട്രൂ നടക്കൂല. ഇത് ഫാൾസ് എന്ന് പറയുകയാണെങ്കിൽ ഇതും ഫാൾസ് ആവാൻ പറ്റും വേണമെന്നില്ല, പറ്റും. ഇത് രണ്ടും ഫാൾസ് ആവാൻ പറ്റും, പക്ഷെ രണ്ടും കൂടി ട്രൂ എന്നുള്ള എന്തെയില്ല, ഇതും ട്രൂ എന്നുള്ളത്. രണ്ടും കൂടി ട്രൂ ആവുന്നുള്ളത് നടക്കൂല. ഇതും ട്രൂ എന്നുള്ളത് നടക്കൂല. രണ്ടും കൂടി ഫാൾസ് ആവുള്ളത് നടക്കും. ഇതാണ് കോൺട്രറി എന്ന് പറഞ്ഞാല്. ബോത്ത് കനോട്ട് ബി ട്രൂ പക്ഷെ ക്യാൻ ബി ഫാൾസ്. അപ്പൊ എയും ഈ റിലേഷൻ ഏതൊക്കെയാണ് കണ്ട? ഒന്നാമത്തത് ഈ റിലേഷൻ ആണ്, രണ്ടാമത്തെ സം ആണ്, ഐ ആണ്, എ ആണ്, സം നോട്ട് ആണ്, ഓ ആണ്. ഇതിൽ എയും ഈ ഏതാണ്? ഒന്നാമത്തോ മൂന്നാമത്തോ? എ ആൻഡ് സി ഓൺലി. വിഷർ പറഞ്ഞതും ആദ്യത്തെ പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? അടുത്തത് കേട്ടോ. 8:22 നമുക്ക് പെട്ടെന്ന് പോണം. ഫാലസി ആട്ടോ, ഫാലസിയാണ്. ഒരാൾ ആൻസർ ചെയ്തിട്ടുണ്ട്, ആൻസർ ചെയ്തിട്ടില്ലേ? ആൻസർ ചെയ്യൂ, പെട്ടെന്ന് ചെയ്യൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമില്ല. ഓപ്ഷൻ 3 പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ് ഹോമിനൻ ആണെന്ന് ഒരാൾ, അപ്പീൽ ടു ഇനപ്രോപ്രിയേറ്റ് അതോറിറ്റി ആണെന്ന് മറ്റൊരാൾ. ഫൈസൽ സി ആദ്യമായിട്ടുള്ള ആൻസർ ചെയ്യുന്നത്. പക്ഷെ ഫൈസൽ സി ആദ്യമായിട്ട് ആൻസർ എന്നുള്ളത് കറക്റ്റ് ആണ്. ഫൈസൽ സി കാര്യമായിട്ട് പഠിച്ചിരിക്കുന്നത് ഫാലസി ആണെന്ന് തോന്നുന്നു അല്ലേ? ഫാലസി അല്ലേ, ഗുഡ്. അപ്പൊ കറക്റ്റ് ആൻസർ ചെയ്ത് കറക്റ്റ് ആണ്. ഇവിടെ അപ്പീൽ ടു ഇനപ്രോപ്രിയേറ്റ് അതോറിറ്റി. ഇപ്പൊ നിങ്ങള് ഇപ്പൊ വേറെ ആരോ അഡ്ഹോമിനം പറഞ്ഞിരുന്നു അല്ലെ? ഇപ്പൊ വന്നിട്ടുള്ളൂ അല്ലെ? ഗുഡ്. അപ്പൊ അഡ്ഹോമിനം നമ്മൾ മുമ്പ് പറയാത്തതായിരിക്കും, അതുകൊണ്ടാവും അതും സംശയം ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മള് സ്ലിപ്പർ എസ്ലോപ്പം പറഞ്ഞു, തൊട്ടുമ്പ് പറഞ്ഞല്ലോ. ഇനി അപ്പീൽ ടു ഇനപ്രോപ്രിയേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാല് നമ്മളൊരു കാര്യം അത് പറഞ്ഞത്, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കാര്യം പറയണം. ഇവിടെ എന്തെങ്കിലും ഉദാഹരണം എടുക്കുക. ഇപ്പൊ നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ഇന്ന ആള് പറഞ്ഞു എന്ന് പറയാം, ഇതിനോടൊരു ബന്ധമില്ലാത്ത ഒരാൾ പറഞ്ഞു എന്ന് പറയാം, അപ്പൊ അതുകൊണ്ട് അത് ശരിയാണ്. പിന്നെ ആളത് പറഞ്ഞു, അതുകൊണ്ട് അത് ശരിയാണ്. അപ്പൊ അയാൾ ഇതിൽ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ പറയാം ഇപ്പൊ നമ്മളെ സമ്പദ വ്യവസ്ഥ വളരെ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ഇവിടെ അതുമായി സമ്പദ വ്യവസ്ഥയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു സിനിമാക്കാരനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബന്ധമില്ലാത്ത വേറെ ആള് പറയാം. അല്ലെങ്കിൽ അപ്പോ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അതിനെ കോട്ടയാ, ഇന്ന ആളത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യം ശരിയല്ല എന്ന് പറയാം. പക്ഷെ നമ്മൾ കോട്ട ചെയ്ത ആളുണ്ടല്ലോ, അതോറിറ്റി, അത് എന്തല്ല, അതിന് പറ്റിയ ആളല്ല. ഉദാഹരണത്തിന് ഇവിടെ ടു സോൾവ് അവർ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? കുറെ ബൈസിക്കിൾസിന്റെ പ്രൊഡക്ഷനിൽ നമ്മൾ കുറെ കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് ആര് പറയുന്നു? സിഇഒ ഓഫ് ABCD എന്ന് പറയുന്ന ഒരു കമ്പനി, ABCD കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സിഇഒ അങ്ങനെ പറയുന്നു. അപ്പൊ രാജ്യത്തെ കുറെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈസിക്കിൾസ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കണം എന്നുള്ളത് ഒരു കമ്പനിയുടെ സിഇഒ പറഞ്ഞു. ABCD കമ്പനി പറഞ്ഞ കമ്പനിയുടെ സിഇഒ പറയേണ്ടതല്ല, ഒരു ബൈസിക്കിൾ ഉണ്ടാക്കുന്ന കമ്പനിയുടെ സിഇഒ പറയേണ്ടതല്ല. അവരുടെ ട്രാൻസ്പോർട്ടേഷൻ മന്ത്രിയോ അല്ലെങ്കിൽ കളക്ടറോ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുമ്പോഴാണ് അത് ശരിയാവുക. അപ്പൊ ഇങ്ങനെ ABCD പറയുന്ന ഒരു കമ്പനിയുടെ സിഇഒ പറഞ്ഞു, അത് ബൈസിക്കിൾ കമ്പനിയാണ് തോന്നുന്നത്, ABCD കമ്പനി എന്നുള്ളത്. അങ്ങനെ കമ്പനിയുടെ സിഇഒ പറഞ്ഞു എന്നത് കാരണത്താൽ നമ്മൾ അത് ട്രൂ ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ അത് പറഞ്ഞ കാരണത്താൽ നമ്മൾ കൂടുതലായിട്ട് എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം? ബൈസിക്കിൾ പ്രൊഡക്ഷനോട് ഇൻവെസ്റ്റ് ചെയ്യണം
അപ്പൊ ആ പറയുന്ന ഒരു ഫാലസി, ആ ഫാലസിയുടെ പേര് പറഞ്ഞ പേരാണ് ഇനപ്രോപ്രിയറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്, അപ്പീൽ ടു ഇനപ്രോപ്രിയറ്റ് അതോറിറ്റി എന്നുള്ളത്. ഇപ്പൊ നമ്മളവിടെ ആ കാര്യം ക്ലെയിം ഉന്നയിക്കുന്നത് ഇന്ന ആളെ കോട്ട് ചെയ്തിട്ടാണ്, അയാൾ പറഞ്ഞു എന്നുള്ള കാരണത്തിന്. ആ ആള് പറയാൻ എന്തല്ല ഈ വിഷയം പറയാൻ യോഗ്യനായ ആളല്ല. അപ്പൊ അതിന് പറ്റിയ ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ മിനിസ്റ്റർ അടുത്ത് പറഞ്ഞത്, അല്ലെങ്കിൽ അവിടുത്തെ കളക്ടറെ പറഞ്ഞത്, അപ്പൊ ഓക്കെ പറഞ്ഞത് കറക്റ്റ് ആണ്, അപ്പൊ ഫാലസി ഇല്ല. അങ്ങനെ എല്ലാന്നുണ്ടെങ്കിലാണ് ഫാലസി ഉള്ളത്. ഇനി അഡ്ഹോമിനം എന്ന് പറഞ്ഞാല്, ഫാലസി ഓഫ് അഡ്ഹോമിനം എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ പറയില്ലേ, അഡ്ഹോമിൻ പറയുന്നതിന് മുമ്പ് ഹേസ്റ്റ് ജനറലൈസേഷൻ. ഹേസ്റ്റ് ജനറലൈസേഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളൊരു കാര്യം മറ്റൊന്നിലേക്ക് നമ്മൾ ഒരു ചെറിയൊരു ഉദാഹരണം, നമുക്കൊരു എക്സാമ്പിൾ ഉണ്ടാവും, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും, ഒരു ഇൻസിഡൻസ് നമുക്ക് ഉണ്ടായി, ഒരു ഒക്കേഷൻ ഉണ്ടായി, നമ്മൾ അതിൽ നമ്മൾ എന്ത് ജനറലൈസ് ചെയ്ത കാര്യം പറയാം. നമ്മൾ ഉദാഹരണത്തിന് ഞാൻ രാജ്യത്തേക്ക് പോകുന്നു, ആ രാജ്യത്തിന് ഒരാളെ കാണുന്നു, ആ കാണുന്ന ആളെ എന്നോട് വളരെ റൂഡായി പെരുമാറുന്നു. അപ്പൊ വളരെ റൂഡായി പെരുമാറുമ്പോൾ ഞാൻ അതിൽ നിന്ന് എന്ത് അസ്യൂം ചെയ്തെടുക്കുക, ആ രാജ്യത്തുള്ള എല്ലാവരും എങ്ങനെയാണ്, ആ രാജ്യത്തുള്ള എല്ലാവരും ഇതേപോലെ റൂഡായിട്ട് പെരുമാറുന്ന ആളുകളാണെന്ന് ഞാൻ അങ്ങനെ അസ്യൂം ചെയ്തെടുക്കുക. ഈ ഒരു ഫാലസിക്ക് നമ്മൾ എന്ത് പറയാ, ഈ ഹാസ്റ്റി ജനറലൈസേഷൻ. ആ ജനറലൈസേഷൻ ചെയ്യുന്നത് പെട്ടെന്ന് ജനറലൈസ് ചെയ്യണം, നമ്മളൊരു എവിഡൻസും ഇല്ലാതെ പെട്ടെന്ന് നമ്മളൊരു വലിയ ജനറലൈസേഷനിലേക്ക് കടക്കുകയാണ്. ഇതാണ് ഹേസ്റ്റ് ജനറലൈസേഷൻ. അത് ഇവിടെ നടക്കണില്ല. ഇവിടെ നടക്കുന്നത് അപ്പീൽ ടു ഇനപ്രോപ്രിയറ്റ് അതോറിറ്റിയാണ്. ഇനി പഠിക്കാത്തതാണ് അഡ് ഹോമിനം എന്ന് പറയുന്നത്. അഡ് ഹോമിനം. അപ്പൊ ഇതിന് നമ്മൾ വേറൊരു പേര് അറ്റാക്കിംഗ് ദ പേഴ്സൺ എന്നും പറയും. അറ്റാക്കിംഗ് ദ പേഴ്സൺ ഇത് സാധാരണ നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ ഉണ്ടാകുന്ന ഫാലസിയാണ്, നമ്മൾ ജീവിതത്തിലൊക്കെ ഉണ്ടാവുന്ന ഫാലസിയാണ്. ഇത് എന്ന് വെച്ചാൽ നമ്മളൊരാളെ ആർഗ്യുമെന്റിന്, ഇത് എഴുതി വെച്ചോട്ടെ, അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അഡ്ഹോമിനൻ. അപ്പൊ അഡ്ഹോമിനൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരാളെ ആർഗ്യുമെന്റിനെ എതിർക്കാതെ ആ വ്യക്തിയെ എതിർക്കുക. ഉദാഹരണത്തിന് ആരെങ്കിലൊക്കെ രാജ്യത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കണം എന്ന് പറയുമ്പോൾ ആരാണ് ഈ പറയണത്? കഴിഞ്ഞ 4 ക്രിമിനൽ കേസുള്ള മനുഷ്യനാണ് ഈ പറയണത്. അപ്പൊ അയാളുടെ പേരിൽ ക്രിമിനൽ കേസ് ഉണ്ട് എന്നത് കൊണ്ട് അയാളുടെ വാദം തെറ്റാവണം എന്നില്ല. മനസ്സിലായോ? അപ്പൊ അല്ലെങ്കിൽ ആ വ്യക്തി അയാൾ പറഞ്ഞത് അയാൾ ഭയങ്കര മോശക്കാരാണ്, അയാളെ അഭിപ്രായം പറയാൻ പാടില്ല, അല്ലെങ്കിൽ അപ്പൊ ഒരാളൊരു ആർഗ്യുമെന്റ്, വാലിഡ് ഒരു ആർഗ്യുമെന്റ് പറയുന്നു, നമ്മൾ അതിനെ എതിർക്കുന്നത് ആ ആർഗ്യുമെന്റ് ശരിയല്ല, കാരണം അയാൾ ശരിയല്ല. ആ പറഞ്ഞ ഫാലസി നമ്മൾ ജീവിതത്തിലൊക്കെ ഉണ്ടാവണല്ലേ, നമ്മളൊക്കെ പറഞ്ഞല്ലേ, അതൊരു ഫാലസിയാണ്. അഡ്ഹോമിനം എന്ന് പറയുന്ന ഫാലസിയാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ 4 നമ്മുടെ ഉത്തരം എന്നുള്ളത് ഇനപ്രോപ്രിയറ്റ് അതോറിറ്റിയെ അപ്പീൽ ചെയ്യലാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താണ് അപ്പീൽ ടു ഇനപ്രോപ്രിയറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂസ് ആവില്ല. കാരണം ഇവിടെ കണ്ട ഒരാളെ കോട്ട് ചെയ്തിരിക്കണം, അപ്പൊ തന്നെ നമുക്കറിയാം ഇതൊരു അതോറിറ്റിയെ കുറിച്ച് ഇനപ്രോപ്രിയറ്റ് അതോറിറ്റിയാണ് ഇവിടെ UGC നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ അടുത്തതിൽ പെട്ടെന്ന് പോകാം. അതെ, പേഴ്സണൽ അറ്റാക്ക് ആണ് അഡ്ഹോമിനം തന്നെ. പേഴ്സണൽ അറ്റാക്ക്, അറ്റാക്കിംഗ് ദ പേഴ്സൺ എന്ന് പറയും. അയാളെ പേഴ്സണലായിട്ട് നമ്മൾ എന്ത് അറ്റാക്ക് ചെയ്യും. 29 നമുക്ക് 29, 30 രണ്ടെണ്ണം കൂടി പറയാം. ഇത് ന്യായ ലോജിക്, ഇന്ത്യൻ ലോജിക്കിലെ ഫാലസി ആട്ടോ. 4 ഫാലസികളുടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് അസാധാരണ, ബാധിത, വിരുദ്ധ, ആശ്രയാസിദ്ധ. ഇതില് സ്റ്റേറ്റ്മെന്റ് ഫാലസി എന്താണ്? ദ സ്കൈ റോസ് ഈസ് ഫ്രാഗ്രന്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ റോസ് ലൈക്ക് ദ റോസ് ഓൺ ദ എർത്ത്. അപ്പൊ ഏതാണിത്? ആൻസർ കിട്ടിയ അപ്പൊ പറയണേ, നമ്മളെ പൈസയിലൊക്കെ ഉണ്ട്. ഫാലസി എന്തായാലും ഇന്ത്യൻ ഫാലസികളും പഠിക്കണം കേട്ടോ. ഇന്ത്യൻ ലോജിക്കിലെ ന്യായ, നമ്മളെ ഇന്ത്യൻ സ്കൂളിലെ ഫാലസികളും പഠിക്കണം. ഹെത്വഭാഷ എന്ന് പറയും മൊത്തത്തില്. ഹെത്വഭാഷ 4th 1 ആണോ, ആശ്രയസിദ്ധ ആണോ എന്ന് നോക്കാം. ഫൈസൽസിയ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ബാക്കിയുള്ളവർ കിട്ടിക്കണോ? കറക്റ്റാണോ നോക്കാം നമുക്ക്. ഏതായാലും ഒരാൾ ഉത്തരം പറഞ്ഞല്ലേ. ഫൈസൽ പറഞ്ഞത് തന്നെ കറക്റ്റ്. അഗെയിൻ ഹീസ് റൈറ്റ്. ആശ്രയാസിദ്ധ എന്നുള്ളതാണ് ഇവിടുത്തെ എന്ത്, നമ്മുടെ ഫാലസി എന്നുള്ളത്. ഈ ഫാലസി നോക്കി നിങ്ങള്, ദ സ്കൈ റോസ് ഈസ് ഫ്രാഗ്രന്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ റോസ് ലൈക്ക് ദ റോസ് ഓൺ ദ എർത്ത്. ഇവിടെ എവിടെ പ്രശ്നം പറ്റിയത്? ഇവിടെ നമ്മൾ സ്കൈ റോസ് എന്ന് പറഞ്ഞ സാധനം എടുത്തില്ലേ, ആകാശത്തുണ്ടാകുന്ന റോസ് പൂ എന്നുള്ളത്. അങ്ങനെ സാധനം റിയൽ ആണോ? അവനുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടുത്തെ മൈനർ ടേം എന്നുള്ളത് സ്കൈ റോസ് എന്നുള്ളതാണ് ഇവിടുത്തെ മൈനർ ടേം. സ്കൈ റോസ്. ഇതിന്റെ മേജർ ടേം എന്നുള്ളത് അത് ഫ്രാഗ്രന്റ് എന്ന് പറഞ്ഞല്ലേ നമ്മള്, ഫ്രാഗ്രന്റ് എന്ന് പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ മേജർ ടേം. മൈനർ ടേമിന് നമ്മൾ മേജർ ടേം, ഒന്നാമത്തെ മൈനർ ടേം, രണ്ടാമത്തെ മേജർ ടേം. അപ്പൊ സ്കൈ റോസ് ഫ്രാഗ്രന്റ് ആണ് ഇത് പറയുമ്പോൾ ഒന്നാമത്തെ മൈനർ ടേം, രണ്ടാമത്തത്
മേജർ ടേം. ഇനി ഇതിന്റെ ഹേതു എന്ന് പറയും, ഇതിന്റെ കാരണ അല്ലെങ്കിൽ ഇതിന്റെ മിഡിൽ ടേം എന്ന് പറഞ്ഞതാണ് ബിക്കോസ് ഇറ്റ് ഈസ് എ റോസ് ലൈക്ക് ദ റോസ് ഓൺ ദ എർത്ത്. ബിക്കോസ് ഇറ്റ് ഈസ് എ റോസ് ലൈക്ക് ദ റോസ് ഓൺ ദ എർത്ത് എന്ന് പറയുന്ന ഹേതുവാണ്. അപ്പൊ ഈ ഹേതു ഇവിടെ അപ്ലൈ ആവൂല. കാരണം അപ്ലൈ ആവാത്ത കാരണം വെച്ചാൽ ഇവിടുത്തെ മൈനർ ടേം ഉണ്ടല്ലോ സ്കൈ റോസ് എന്നത്, അത് അൺറിയൽ ആണ്, അൺറിയൽ. അപ്പൊ നമ്മൾ മൈനർ ടേം അൺറിയൽ ആയത് കാരണത്താൽ ഉണ്ടാകുന്ന ഫാലസിക്കാണ് നമ്മൾ എന്ത് പറയാ, ആശ്രയാസിദ്ധ എന്ന് പറയുന്ന ഫാലസി പറയാം. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് ഇവിടെ കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അസാധാരണ എന്ന് പറഞ്ഞാൽ, അസാധാരണ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അസാധാരണ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ. നമ്മൾ സാധാരണ അസാധാരണ രണ്ട് ഫാലസി പറഞ്ഞ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? സാധാരണ അസാധാരണ രണ്ട് ഫാലസികളാണ്, സാധാരണ അസാധാരണ. സാധാരണ എന്ന് പറഞ്ഞാല് അതിന്റെ ഈ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ എന്നുണ്ടല്ലോ, ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ. ഇവിടെ ഈ ബിക്കോസ് ഇറ്റ് ഈസ്, ഇതാണ് ഇവിടുത്തെ എന്ത് മിഡിൽ ടേം എന്നുള്ളത്. ഈ മിഡിൽ ടേം ടു ആരാധന ടു വൈഡ് ആകുമ്പോൾ, ടു വൈഡ് ആണെങ്കിൽ നമ്മൾ സാധാരണ എന്നാണ് ഹിത്വഭാഷിക ഫാലസിക്ക് പറയാം, സാധാരണ. അത് ഇവിടെ അതല്ല. ഇവിടെ ഉദാഹരണത്തിന് സൗണ്ട് ഈസ് എറ്റേണൽ, എറ്റേണൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബിക്കോസ് പറഞ്ഞിട്ട് ഇറ്റ് ഈസ് നോബിൾ എന്ന് പറഞ്ഞു. നോബിൾ, അറിയാൻ കഴിയുന്നത്, നമുക്ക് അറിയാൻ കഴിയുന്നത്, മൈറൂഫ് അറിയാൻ കഴിയുന്നത്. അപ്പൊ സൗണ്ട് എറ്റേണൽ ആണ്, കാരണം അറിയാൻ കഴിയുന്നതാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് നോബിൾ എന്ന് പറഞ്ഞു. അപ്പൊ നോബിൾ അറിയാൻ കഴിയുന്നത് പറഞ്ഞ സൗണ്ടിനെ കുറിച്ച് മാത്രമാണ്. ലോകത്തെ എല്ലാ വസ്തുക്കളെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത് പറയാൻ പറ്റും. നമ്മുടെ മൊബൈൽ, ലാപ്പ്, ഫോൺ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. അപ്പൊ അതൊരു വളരെ വൈഡായ കാരണം കൊടുത്തു, വളരെ വൈഡായ കാരണം പറ്റും, ടു വൈഡായി പോയി. ഇപ്പൊ ഉണ്ടാവുന്ന ഫാലസിയാണ് സാധാരണ എന്ന് പറയും. ഇനി ടു നാരോ ആകുമ്പോൾ, ടു നാരോ, വളരെ നേരോ ആയ ഒരു മിഡിൽ ടൈം പറയാം, അപ്പൊ അതിന് അസാധാരണ എന്ന് പറയും. ഇപ്പോൾ നോക്കി, സൗണ്ട് ഇസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ, അത് ഓഡിബിൾ ആണ്, കേൾക്കാൻ കഴിയുന്നതാണ്. ഈ ഓഡിബിൾ എന്നുള്ള നമ്മൾ ഏതിനെ കുറിച്ച് മാത്രമാണ്, സൗണ്ടിനെ കുറിച്ച് മാത്രം ഓഡിബിൾ എന്ന് പറഞ്ഞിട്ട് ഫോണിനെ കുറിച്ചോ തൊപ്പിയെ കുറിച്ചോ മറ്റെന്തിന് അയൺ ബോക്സിനെ കുറിച്ചോ ഒന്നിനെ പറയാനില്ല. നമുക്ക് എന്തിനെ കുറിച്ചേ പറയാനുള്ളൂ, സൗണ്ടിനെ കുറിച്ച് പറയുന്ന ഒരു വാക്കാണ് അത് ഓഡിബിൾ എന്നുള്ളത്. അപ്പൊ അത് വളരെ നാരോ ആയിട്ട്, ടു നാരോ ആയിട്ടുള്ള ഒരു മിഡിൽ ടൈം ആണ്. അതും എന്തായിട്ട് ഹേതുവായിട്ട്, കാരണമായിട്ട്, അല്ലെങ്കിൽ ഒരു മിഡിൽ ടൈം ആയിട്ട് വരാൻ പറ്റൂല. അപ്പോഴും ഫാലസി സംഭവിക്കും. ആ ഫാലസിക്കാണ് അസാധാരണ എന്ന് പറയാം. അപ്പൊ അതാണ്. അപ്പൊ അതല്ല ഇവിടെ ഉള്ളത്. പിന്നെ ബാധ്യത എന്ന് പറഞ്ഞാല് നമ്മളൊരു മിഡിൽ ടൈം അല്ലെങ്കിൽ ഒരു ഫാലസി, നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അതിന്റെ മിഡിൽ ടൈം, ഉദാഹരണത്തിന് നമ്മൾ എന്ത് പറയാണ്, ഫയർ ഈസ് കോൾഡ്, ഫയർ ഈസ് കോൾഡ്, ഫയർ അല്ല തണുപ്പുള്ളതാണ് എന്ന് പറഞ്ഞു. ഫയർ തണുപ്പുള്ളതാണോ? അല്ലല്ലോ, ഫയർ ഈസ് കോൾഡ്. അപ്പൊ നമ്മൾ ഈ ഫയർ ഈസ് കോൾഡ് എന്ന് അത് പറഞ്ഞല്ലോ. എന്നിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇതിന്റെ ഇവിടെ കൊടുത്ത ഫയർ ഈസ് കോൾഡ് എന്നുള്ളതിനെ നമുക്ക് എന്തിനോട്, മറ്റൊരു പ്രമാണം കൊണ്ട് നമുക്ക് അതിനെ എതിർക്കാൻ പറ്റും. മറ്റൊരു പ്രമാണം എന്താണ്? പെർസെപ്ഷൻ എന്ന് പറഞ്ഞത്. ഇപ്പൊ ഫയർ കോൾഡ് എന്നാണ് പറയുന്നത്. നമ്മൾ നേരെ തീ തൊട്ട് നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാക്കാം കോൾഡ് അല്ല, അത് എന്താണ്, ഹീറ്റ് ആണ്, ഹോട്ടാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ അത് എതിർക്കുക, അത് കോൺട്രാഡിക്റ്റഡ് ബൈ എ അനദർ പ്രമാണം, മറ്റൊരു പ്രമാണം എന്താണ്? പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്നാൽ കണ്ട് തൊട്ട് കേട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് അങ്ങനെ ഒരു അറിവ് കിട്ടുന്നതാണ് പ്രമാണം എന്ന് പറയാം, അല്ലെ പെർസെപ്ഷൻ എന്ന് പറയുന്ന പ്രമാണം എന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഫയർ ഈസ് കോൾഡ് എന്ന് പറഞ്ഞത് അത് കോൺട്രാഡിക്റ്റ് ചെയ്യപ്പെടുന്നത് മറ്റൊരു പ്രമാണം കൊണ്ടാണ്. ഇപ്പൊ ഫയർ കോൾഡ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ നേരെ തൊട്ടൊക്കെ അപ്പൊ മനസ്സിലാക്കാം, തെറ്റാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ അവിടുത്തെ ഫാലസി എന്നുള്ളത് മറ്റൊരു പ്രമാണം കൊണ്ട് കോൺട്രാഡിക്റ്റ് ചെയ്യപ്പെട്ടു. മറ്റേ പ്രമാണം എന്താണ്? നമ്മൾ തൊട്ടുനോക്കി എന്നുള്ളതാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ്, അതൊരു വസ്തുവാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അത് തൊട്ടുപോയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മറ്റൊരു പ്രമാണം കൊണ്ട്, മറ്റൊരു പെർസെപ്ഷൻ പറയുന്ന മറ്റൊരു പ്രമാണം കൊണ്ട് നമ്മൾ അതിനെ കോൺട്രാക്ട് ചെയ്യപ്പെട്ടു. അതാണ് ബാധ്യത. അതുകൊണ്ട് വരുന്നില്ല. പിന്നെ വിരുദ്ധ എന്നുള്ളതാണ്. വിരുദ്ധ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു, അതിന്റെ മേജർ ടേം അതിന്റെ അതും അതിന്റെ മിഡിൽ ടേമും തമ്മിൽ കോൺട്രാഡിക്റ്റ് ആയി വരിക. ഉദാഹരണത്തിന് സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ്, അതിന് കാരണം ഉണ്ടല്ലോ, ഈ കാരണം നമ്മൾ മിഡിൽ ടൈമിന്റെ എതിരായി വരും. ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇവിടെ എന്താ സംഭവിച്ചത്? സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇവിടെ പറഞ്ഞ മിഡിൽ ടൈം ഉണ്ടല്ലോ, ഇത് ഇതിനോട് വൈരുദ്ധ്യമാണ്. പ്രൊഡ്യൂസർ ആണെങ്കിൽ അത് എറ്റേണലാവോ? ഒരു വസ്തു ഉണ്ടാക്കപ്പെട്ടതാണെങ്കിൽ അപ്പൊ അത് പുതുതായി ഉണ്ടായ കാര്യമാണ്. അപ്പൊ എറ്റേണൽ എന്ന് പറയാൻ പറ്റും, എക്കാലത്ത് ഉണ്ടായ കാര്യം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്ത മിഡിൽ ടൈം എന്നുള്ളത് നമ്മൾ എറ്റേണൽ എന്ന് പറയുന്ന അതിനെ നിരാകരിക്കുന്നു മാത്രം, അതിന്റെ നൺ എക്സിസ്റ്റൻസിനെ പ്രൂവ് ചെയ്യണതാണ്. അപ്പൊ അത് പ്രൊഡ്യൂസർ ആണെങ്കിൽ എറ്റേണൽ ഒരിക്കലും അവരെ നൺ എറ്റേണൽ ആയോ? അപ്പൊ അങ്ങനത്തെ ഒരു ഫാലസിക് ആണ്. അപ്പൊ അതിന്റെ മിഡിൽ ടൈം എന്ത് ചെയ്യുക? അതിന്റെ മേജർ ടേമിനോട് കോൺട്രാഡിക്റ്റ് ആയി വരിക. ഇപ്പൊ മേജർ ടേം ഈസ്
കോൺട്രാഡിക്റ്റഡ് ബൈ ദ മിഡിൽ ടേം. ഇതിനാണ് എന്ത് പറയാം നമ്മള് വിരുദ്ധ എന്ന് പറയാം. അപ്പൊ ഇത് മൂന്നല്ല, മറിച്ച് ഏതാണ് നമ്മളെ ആശ്രയാസിത്ത എന്ന് പറയുന്ന ആശ്രയസിത്ത പ്ലവർ ഉണ്ടാവല് അതിന്റെ മൈനർ ടേം സ്കൈറോസ് എന്ന് പറയുന്ന മൈനർ ടേം അൺറിയൽ ആയിട്ട് അങ്ങനെ ഒരു സാധനം ലോകത്തില്ല. അങ്ങനത്തെ ഒരു കാര്യത്തെ നമ്മൾ മൈനർ ടൈം ആയി കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്ന ഫാലസിയാണ് ആശ്രയാസിത്ത എന്ന് പറയുന്ന ഫാലസി. ക്ലിയർ ആണല്ലോ? ഞാൻ കൊച്ചു കൊച്ചു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാണ്ട് അത് പറഞ്ഞു. 8:36 പെട്ടെന്ന് നിർത്തണം. അനാലജി റഫ്ലി കറസ്പോണ്ട്സ് ടു ആൻസർ കിട്ടിയാ പറയണേ. നമുക്ക് പ്രമാണാസ് എന്നാണ് പഠിക്കാണ്ട്. ഫാലസിയുടെ അല്ല, ഇന്ത്യൻ ലോജിക്കിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രമാണാസ്. അതൊന്ന് ഡിസ്കസ് ചെയ്യാൻ. പ്രമാണാസ് 6 പ്രമാണാസാ ഉള്ളത്. 6 പ്രമാണാസാ ഉള്ളത്. സാധാരണ ഇതിന്റെ ചോദ്യം വരില്ല എങ്ങനെ വെച്ചാല് ഇന്ത്യൻ ലോജിക് പഠിക്കണം കേട്ടോ. ഇന്ത്യൻ ലോജിക് പഠിക്കണം. നമ്മളിപ്പോ ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ള കുറെ പറയാണ്ട്. അപ്പൊ അതിൽ കുറെ സ്കൂളുണ്ട്. ന്യായ സ്കൂള്, വൈശേഷിക, വേദാന്ത, യോഗ, അങ്ങനെയൊക്കെ ഓരോ സ്കൂളുകളാണ്. അതായത് ഇന്ത്യൻ ഫിലോസഫിയിലെ ഇന്ത്യൻ ലോജിക്കിലെ സ്കൂളുകളാണ്. അപ്പൊ ആ സ്കൂളുകള് ഓരോ പ്രമാണങ്ങൾ അംഗീകരിക്കും. ഇപ്പൊ പ്രമാണം എന്ന് പറഞ്ഞാല് നമ്മൾ എപ്പിസ്റ്റിമോളജി പറയില്ല, ഒരു കാര്യം അറിവായിട്ട് നമ്മൾ സ്വീകരിക്കണമെങ്കിലുള്ള മാധ്യമത്തിനെയാണ് പ്രമാണം എന്ന് പറയാം. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം ഇപ്പൊ ഇവിടെ ഞാൻ പറയണേ എന്റെ പേരന്റെ മുമ്പിൽ ഒരു മരമുണ്ട് എന്ന് ഞാൻ പറയണം. അപ്പൊ അതിന് തെളിവെന്താ? ഞാൻ കണ്ട് ഞാൻ പറഞ്ഞു മരമുണ്ട്. അപ്പൊ ഞാൻ കണ്ടു എന്നുള്ളതാണ് എന്റെ ആ നോളജ് കിട്ടാനുള്ള അതിന്റെ മീഡിയം എന്നുള്ളത് ഐ സോ ഇറ്റ്, പെർസെപ്ഷൻ എന്ന് പറയും. നമ്മൾ അതിനെ കണ്ടു, ഞാൻ തൊട്ടു, അങ്ങനെ മനസ്സിലാക്കാൻ പെർസെപ്ഷൻ. അപ്പൊ അതിനെ പറ്റി നമ്മളൊരു പ്രമാണ എന്ന് പറയും. മനസ്സിലായോ? അങ്ങനെ 6 പ്രമാണങ്ങളാണുള്ളത്. അപ്പൊ ഓരോ സ്കൂളുകളും കുറെ സ്കൂളുകൾ ഇന്ത്യൻ ഫിലോസഫിയിലുണ്ട്. അപ്പൊ ഇന്ത്യൻ ഫിലോസഫിയിൽ സ്കൂളുകൾ ഉണ്ടാകാൻ കാരണം എന്താണ്? കാരണം ഒരു ഡിഫറൻസ് എന്നുള്ളത് ഓരോ സ്കൂളുകളും വ്യത്യസ്ത പ്രമാണങ്ങൾ അംഗീകരിക്കുന്നത്. ഇപ്പോ വൈശേഷിക പ്രമാണം ഇന്നതാണെങ്കിൽ വേറെ ന്യായ ഇത്ര പ്രമാണാസ് അംഗീകരിക്കുള്ളൂ. അപ്പൊ ഏതൊക്കെ പ്രമാണാസിനെയാണ് ഓരോ സ്കൂളിലും അംഗീകരിക്കുന്നത് ബേസിലായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പഠിച്ചു വെക്കണം, നന്നായിരിക്കും. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് പ്രമാണാസ് അടിച്ചാൽ തന്നെ അതൊക്കെ വരും കേട്ടോ. ജസ്റ്റ് ഒന്ന് വിക്കിപീഡിയ നോക്കിയാൽ തന്നെ കിട്ടും. അപ്പൊ 6 പ്രമാണാസാണ്. അത് ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന് പ്രത്യക്ഷ പ്രമാണം എന്ന് പറയും. പ്രത്യക്ഷ, അതും കൂടി പറഞ്ഞു നിർത്തട്ടോ. പ്രത്യക്ഷ പ്രമാണം, ഇതിന് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയും. പെർസീവ് ചെയ്യുക എന്ന് പറയില്ലേ, നമ്മൾ കണ്ട് തൊട്ട് മനസ്സിലാക്കുക, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്ന പ്രത്യക്ഷ പ്രമാണം എന്ന് പറയും. രണ്ടാമത്തത് അനുമാന എന്ന് പറയും. അനുമാന പ്രമാണം. ഇതാണ് നമ്മളെ ഇൻഫറൻസ്. മൊത്തം നമ്മളെ ലോജിക് റീസണിൽ വരുന്ന ഇൻഫറൻസ് ഉണ്ടല്ലോ, 2 സ്റ്റേറ്റ്മെന്റ് പറയുന്നു, അതിന് നമ്മളൊരു കൺക്ലൂഷൻ എടുക്കുന്നു. ആ കൺക്ലൂഷൻ എന്നുള്ളത് നമ്മൾ ഇൻഫർ ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ലോജിക്കലി ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് പറഞ്ഞല്ലോ, ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നമ്മൾ അതിന്റെ കോൺട്രാപോസിറ്റ് അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ, കൺവേർഷൻ നമ്മൾ അതിന് ഇൻഫർ ചെയ്തെടുക്കണ്ടല്ലോ. ആ ഇൻഫറൻസ് അതിനാണ് അനുമാന പ്രമാണം എന്ന് പറയാം. അടുത്തതാണ് ശബ്ദപ്രമാണം. ഇതിനെ നമ്മള് അതോറിറ്റി സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവൂലേ, സ്ക്രിപ്റ്റേഴ്സ്, അതിനൊക്കെയാണ് ശബ്ദപ്രമാണം എന്ന് പറയാം. അതായത് ഇപ്പോ ഇസ്ലാം ആണെങ്കിൽ ഖുറാൻ അതിന്റെ ശബ്ദപ്രമാണമാണ്. അപ്പൊ ഇവിടുന്ന് കിട്ടിയ വെച്ചാൽ ഇന്ന ആള് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഖുറാൻ ഉള്ളതാണ്. അപ്പൊ ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ ബൈബിളിൽ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഓരോ മതക്കാർക്കും അതിൻ്റെതായ ഒരു ശബ്ദപ്രമാണം ഉണ്ടായിരിക്കും. അപ്പൊ ഒരാൾ പറഞ്ഞത് അല്ലെങ്കിൽ ഇന്ന ദൈവം പറഞ്ഞത് ഇന്ന സ്ക്രിപ്റ്റേഴ്സിലുള്ളത് അതിന് പറഞ്ഞതിനാണ് ശബ്ദപ്രമാണം എന്ന് പറയാം. ഇനി അടുത്തൊന്നാണ് ഉപമാന പ്രമാണം. ഉപമാന എന്ന് പറഞ്ഞാല് നമ്മളെന്ത് ഉപമിക്കുക, കമ്പയർ ചെയ്യുക, കമ്പാരിസൺ. മറ്റൊരു വാക്കിൽ പറഞ്ഞാല് അനാലജി. ഇവിടെ ചോദ്യം അതാണ്, അനാലജി തന്നെ തന്നെയല്ലേ, ഒന്ന് മറ്റൊന്നിനോട് ഉപമിക്കല്ലേ. അപ്പൊ നമ്മൾ ഒരു കാര്യം ഉണ്ടാകും മറ്റൊന്നിനോട് ഉപമിച്ചില്ല, ഇത് ഇതേപോലെ സിറ്റുവേഷൻ ആണ്, അപ്പൊ അതുകൊണ്ട് ഇത് ഇന്നതാണ് എന്ന് പറയുന്നൊരു അറിവ് കിട്ടുക. നമ്മൾ കമ്പയർ ചെയ്യുക, അങ്ങനെ നമുക്ക് അറിവ് കിട്ടൂലേ. അപ്പൊ ഇത് പറഞ്ഞ് പിന്നുള്ളത് അർത്ഥപത്തിയാണ്. അർത്ഥപത്തി തീരെ കേൾക്കാത്തവർക്ക് ഭയങ്കര വേർഡായി ഫീൽ ചെയ്യും.
വിയേർഡായിട്ട് ഫീൽ ചെയ്യും. കേട്ട മനസ്സിലാക്കന്നെ. അർത്ഥപത്യനല്ല, അസംഷൻ ആണ്. അസംഷൻ നമ്മൾ ഊഹിച്ചെടുക്കുക. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിന് നമുക്ക് ഊഹിച്ചൊരു കാര്യം എത്താണ്, ഒരു അസ്യൂം ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ അറിവ് കിട്ടും. ഇന്ന് എല്ലാ സ്കൂളുകൾ അംഗീകരിക്കുന്നില്ല, അർത്ഥപത്യൊക്കെ വളരെ കുറഞ്ഞ സ്കൂളുകൾ അംഗീകരിക്കുന്നുള്ളൂ. അംഗീകരിക്കുന്ന സംഭവം ഇതാണ്, നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് അതിന് ഊഹിച്ചെടുക്കാൻ പറ്റും, ഇന്നൊരു കാര്യം ഊഹിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയും നമുക്ക് അറിവ് കിട്ടുമെന്ന് ചിലർ പറയുന്നു. ചിലർ പറയുന്നത് അറിവിന്റെ മാനദണ്ഡമായിട്ട് അർത്ഥപത്യം അംഗീകരിക്കില്ല എന്ന് ചിലവരും പറയുന്നു. പിന്നെ ഏറ്റവും ഒടുവിലുള്ളത്, ഒരു മിനിറ്റ്, ഏറ്റവും ഒടുവിലുണ്ടായിരുന്നത് അനുപലബ്ധി. അനുപലബ്ധി പ്രമാണം എന്ന് പറയും. അനുപലബ്ധി പ്രമാണം എന്ന് പറഞ്ഞാല് നൺ എക്സിസ്റ്റൻസ് ആണ്. ഒരു സാധനം ഇല്ല. ഇപ്പൊ ഞാനൊരു ക്ലാസ് കയറിയപ്പോ അവിടെ എന്തില്ല, ഞാനൊരു ജഗ് വെച്ചിരുന്നു, ജഗ്ഗില്ല. അപ്പൊ ഞാൻ ജഗ് അവിടെ കണ്ടില്ല എന്നുകൊണ്ട് ഞാൻ അതുകൊണ്ട് അറിവ് കിട്ടുകയാണ്, ഈ റൂമിൽ ജഗ്ഗില്ല എന്ന് അറിവ് കിട്ടുകയാണ്. അതൊരു അറിവാണല്ലോ. അപ്പൊ ഇല്ലായ്മയെ അറിവായിട്ട് കണക്കാക്കുക, നൺ എക്സിസ്റ്റൻസിനെ അറിവായിട്ട്. ഇങ്ങനെ 6 പ്രമാണങ്ങളാണുള്ളത്. ഓക്കെ, ഈ 6 പ്രമാണങ്ങളും ഓരോ സ്കൂൾ അംഗീകരിക്കുന്നു, അംഗീകരിക്കാത്തതാണ്. ഇവിടെ ഉപമാനക്ക് നമ്മൾ കമ്പാരിസൺ അനാലിസിസ് പറയല്ലേ, ഈ ഉപമാനക്ക് പറഞ്ഞാണ് ഉപമിതി എന്നും പറയും. ഉപമിതി എന്ന് പറഞ്ഞാലും ഉപമാനം എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ. അനുമാനം എന്ന് പറഞ്ഞാലും അനുമതി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. രണ്ടിനും പറഞ്ഞ വ്യത്യസ്ത വാക്കുകളാണ്. ശബ്ദ എന്ന് പറഞ്ഞാലും അഗമ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. ഇത് ശബ്ദ, ഉപമാന, ഇത് അനുമാന, ഇത് പ്രത്യക്ഷ എന്നുള്ളത് നമ്മളെ പ്രത്യക്ഷ പ്രമാണം, പെർസെപ്ഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത് അനാലജി എന്നുള്ളത് റഫ്ലി കറസ്പോൺസ് എന്നാൽ അത് ഏതിനോടാണ് അതിന്റെ സാദൃശ്യം, ഏതിനോടാണ് റിലേഷൻ എന്നുള്ളത്, അത് ഉപമിതി എന്ന് പറയുന്ന ഉപമാനയോടാണ് റിലേഷൻ ഉള്ളത്. ക്ലിയർ ആണോ? ഈ ഒരു ടൈപ്പും കൂടി പറഞ്ഞ് ഇതും കൂടി അവസാനിപ്പിക്കാം. ലാസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം കേട്ടോ. സമയം ഇല്ല, 8:42 അവസാനിപ്പിക്കാം. കൺക്ലൂഡിംഗ് സെഷൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ഇൻക്രീസിങ് ഇന്റൻസിറ്റി, ഇൻക്രീസിങ് ഇന്റൻഷൻ ചോദിക്കുന്ന ഇൻക്രീസിങ്. അപ്പൊ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇൻക്രീസിങ് ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഇതിനെ ഓർഡറിൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കി. എന്തായാലും രണ്ടാലൊരു ഓർഡർ നമുക്ക് പറയാലോ, വലുതും ചെറുതിലേക്ക്, ചെറുതിൽ കോമൺ ആയത്, ഇതിൽ കോമൺ ആയതും പെർട്ടിക്കുലർ ആയതും ഇല്ലേ. നിങ്ങൾ അങ്ങനെ ഒരു ബേസിൽ ചെയ്ത് നോക്കി. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, അറിയാത്ത കോൺസെപ്റ്റ് ആണെങ്കിൽ. നമ്മൾ ഹൈ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാല്, നമ്മൾ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാല് സ്പെഷ്യാലിറ്റിയാണ്, നാരോ ആയിട്ടുള്ള ഒരു സാധനം, സ്പെഷ്യാലിറ്റി. അപ്പൊ ഒരു പെർട്ടിക്കുലാരിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഹാസായ, ഏറ്റവും ഒരു കാര്യത്തെ കുറിച്ച് മാത്രം പറയുന്നത്. ഹൈ ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ, നമുക്ക് ഉദ്ദേശിക്കുന്നത്, ഹൈ ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്നത് വളരെ സ്പെഷ്യലായ, വളരെ പെർട്ടിക്കുലർ, ഹൈലി പെർട്ടിക്കുലർ ആയ കാര്യം. ഇപ്പൊ ഇത് നോക്കി നോക്കുക, അതിൽ ഏറ്റവും കോമൺ ആയ കാര്യം തന്നെ, ഏറ്റവും വലുത് ഏതാണ്? ഡയറി പ്രൊഡക്റ്റ് അല്ലെ? ഡയറി പ്രൊഡക്റ്റ് ആണ് ഏറ്റവും വലുത്. ഡയറി പ്രൊഡക്റ്റ്. ഈ ഡയറി പ്രൊഡക്റ്റിന്റെ താഴെയല്ലേ എന്ത് വരുന്നത്? ചീസ് വരുന്നത് അല്ലേ? അതിന്റെ താഴെയല്ലേ ഒന്നും കൂടി സ്പെഷ്യൽ എന്ന് പറഞ്ഞാലേ മനസ്സിലാവുണ്ടല്ലോ അല്ലെ, പെർട്ടിക്കുലർ ആയത് ആണല്ലോ സോഫ്റ്റ് ചീസ് എന്നുള്ളത്. അതിൽ പെട്ടതല്ലേ സോഫ്റ്റ് ചീസ് എന്ന് പറഞ്ഞത്. ഇനി കുറച്ചും കൂടി സ്പെഷ്യൽ ആയ, കുറച്ചും കൂടി പെർട്ടിക്കുലർ ആയതല്ലേ സ്ട്രോങ് സോഫ്റ്റ് ചീസ് എന്നുള്ളത്. ഈ ഓർഡറിന് പ്രത്യേകം എന്താണ്? ഇത് ഇൻക്രീസിങ് ഇന്റൻസിറ്റി ആണ്. ഈ ഇന്റൻഷൻ കൂടിക്കൊണ്ടിരിക്കും. ഇന്റൻഷൻ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ പെർട്ടിക്കുലാരിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നത്. ഡയറി പ്രൊഡക്ട്സ് എന്നുള്ളതിന് കുറച്ചും കൂടി പെർട്ടിക്കുലർ ആയത് ചീസ് എന്നുള്ളത്, കുറച്ചും കൂടി പെർട്ടിക്കുലർ ആയത് സോഫ്റ്റ് എന്നുള്ളത്, കുറച്ചും കൂടി പെർട്ടിക്കുലർ സ്ട്രോങ് എന്നുള്ളത്. അത് ഏറ്റവും ഹൈ ഇന്റൻസിറ്റി ആയിട്ടുള്ള വേർഡ് എന്നുള്ളത് ഏതാണ്? നമ്മൾ ഈ സ്ട്രോങ് സോഫ്റ്റ് ചീസ് എന്നുള്ളതാണ്. ഇതാണ് അതിന്റെ ഓർഡർ. ഡയറി പ്രൊഡക്റ്റ്, അതിനോട് കുറച്ചും കൂടി പെർട്ടിക്കുലർ ആയത് ചീസ്, കുറച്ചും കൂടി പെർട്ടിക്കുലർ ആയത് സോഫ്റ്റ് ചീസ്, അതിനേക്കാൾ പെർട്ടിക്കുലർ ആയത് സ്ട്രോങ് സോഫ്റ്റ് ചീസ്. അപ്പൊ ആ ഓർഡറിൽ, അപ്പൊ ഓർഡർ ഏതാണ്? BACD, ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. കിട്ടിയോ? അതിന്റെ പേ അല്ലെ. 3 സെഷൻസ് ആണ് നമ്മൾ മൊത്തത്തിൽ എടുത്തത്. 3 സെഷൻസ് ആണ് നമ്മൾ മൊത്തത്തിൽ ഇതിന്റെ ഭാഗമായിട്ട് എജുവൈസിന്റെ കീഴിൽ എടുത്തിട്ടുള്ളത്. എജുവൈസിന്റെ ഈ ഉദ്യമത്തെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഇതേപോലത്തെ സംരംഭങ്ങളിലേക്ക് നിങ്ങളെ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എജുവൈസിന്റെ എല്ലാ പ്രോഗ്രാമുകളിലും കുറേ അവരുടേതായ പദ്ധതികളും ഒക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ വളരെ ഫലവത്താണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമാവുക. ഇതേപോലത്തെ പരിപാടികൾ, സെഷൻസ് ഇനിയും നടത്താൻ എജുവൈസിന് കഴിയട്ടെ. അപ്പൊ ഏതായാലും നല്ല സെഷനുകളായിരുന്നു. 3 സെഷനുകൾ
നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വളരെ നന്നായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ എപ്പോഴും വെച്ചാൽ നമ്മളൊരു ഉത്തരം നിങ്ങൾക്ക് കോൺസെപ്റ്റ് വിശദീകരിച്ചായിരുന്നു, അപ്പൊ അതിന്റെ ഉത്തരങ്ങൾ കിട്ടുമ്പോൾ വെരി സാറ്റിസ്ഫാക്ടറി ആണ്. അത് എനിക്ക് വളരെ അംഗം ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഓൾ, ഫസ്റ്റ് ഓഫ് ഓൾ ടു എഡ്യൂവൈസ് ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് ലെക്ചർ ആൻഡ് ആൾ ദ പാർട്ടിസിപ്പൻസ് ടു അഫോർഡ് മീ. എന്നെ സഹിച്ചതിന് വളരെ നന്ദി. താങ്ക് യു ആൾ. താങ്ക് യു സാർ, നിങ്ങൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. താങ്ക് യു.